നമ്മള് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള FM പേപ്പറിന്റെ എക്സാമിനേഴ്സ് റിപ്പോർട്ടിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുക, അതിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സെഷന്റെ ഒബ്ജക്റ്റീവ്. സോ നമ്മുടെ Day 2 ആണ് പ്രാക്ടീസ് മാരത്തോണില്. പല കുട്ടികളും ഉപയോഗിക്കാതെ പോകുന്ന ഒരു റിസോഴ്സ് ആണ് ഈ എക്സാമിനേഴ്സ് റിപ്പോർട്ട് എന്നുള്ളത്. സോ in our session, in our every session നമ്മൾ മേക്ക് ഷുവർ ചെയ്യുന്നതാണ് സ്റ്റുഡൻസ് ഇതിലെ ക്വസ്റ്റ്യൻസ് കൂടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ എന്താണ് എക്സാമിനേഴ്സ് റിപ്പോർട്ട് എന്ന് ക്വിക്ലി പറഞ്ഞുതരാം. ഓരോ സെഷനിലും നടന്നിട്ടുള്ള നമ്മുടെ എക്സാമിനേഴ്സ് റിപ്പോർട്ട് പുറത്തുകൂടെ രണ്ട് സെഷനാണ്. മാർച്ച് ജൂണിന്റെയും കൂട്ടിയിട്ട് ഒരു റിപ്പോർട്ട്, സെപ്റ്റംബർ ഡിസംബറും കൂട്ടിയിട്ട് ഒരു റിപ്പോർട്ട്. അതിൽ ആ സെറ്റ് ഓഫ് മാർച്ചിലും ജൂണിലും വന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ സ്റ്റുഡൻസ് അറ്റംപ്റ്റ് ചെയ്തതിൽ ഏറ്റവും വീക്ക് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തേ ആൻസേഴ്സ് എഴുതിയതിൽ ഏറ്റവും വീക്ക് ആൻസറിങ് ചെയ്തത് കേട്ടോ, ഏറ്റവും വീക്ക് ആയിട്ട് ഏതിലാണോ ആൻസർ ചെയ്തിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക എക്സാമിനേഴ്സ് റിപ്പോർട്ടിൽ. ഏറ്റവും നല്ല രീതിയിൽ സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തതല്ല, ഏറ്റവും മോശമായിട്ട്. സോ ഇതിലെ ക്വസ്റ്റ്യൻസ് നോർമലി സെക്ഷൻ എയിലെ ഒരു 4 സാമ്പിൾ ക്വസ്റ്റ്യൻ, 4 or 5 വിട്ടേക്കാം. സെക്ഷൻ ബിയിലെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എന്തായാലും 5 സബ് ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. പ്ലസ് ഇതിന്റെ പുറമെ സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻസ്. ഈ സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആയിരിക്കും CBA പ്ലാറ്റ്ഫോമിലൊക്കെ. ബട്ട് ഈ ക്വസ്റ്റ്യൻസ് സെക്ഷൻ എയിലെയും ബിയിലെയും ക്വസ്റ്റ്യൻസ് CBA പ്ലാറ്റ്ഫോമിലൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അതിനെ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഇത് ഏറ്റവും ഈസി ആയിട്ട് എല്ലാ സ്റ്റുഡൻസ് എഴുതിയ ക്വസ്റ്റ്യൻസ് അല്ല, ഏറ്റവും ആൻസേഴ്സ് റോങ് വന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിലിപ്പോ ഒരു 9 അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഉണ്ടാവുക നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. ഇതിലൊരു 4 എണ്ണം 5 എണ്ണം തന്നെ നമുക്ക് റൈറ്റ് ആയി പിടിക്കാൻ പറ്റിയാൽ മതി. നമ്മൾ 100-ൽ 100 പിടിക്കുക എന്നല്ല നമ്മുടെ ഒബ്ജക്റ്റീവ്. പലപ്പോഴും എക്സാമിനേഴ്സ് റിപ്പോർട്ട് വായിക്കുമ്പോൾ സ്റ്റുഡൻസ് അയ്യോ എനിക്ക് പറ്റുന്നില്ലല്ലോ, എനിക്ക് FM പറ്റില്ലെന്ന് നെഗറ്റീവിലോട്ട് പോകാറുണ്ട്. അത് പോകരുത്. ഏറ്റവും വന്നിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഏകദേശം എല്ലാം നമുക്ക് നല്ല രീതിയിൽ കിട്ടിയാൽ മതി. സോ നിങ്ങൾ റെഡി അല്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ക്വസ്റ്റ്യൻ ആൻസറിങ്. പറഞ്ഞേ, റെഡി അല്ലേ? പറഞ്ഞേ. സോ ഇതില് റിപ്പോർട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം കുറച്ച് ജനറൽ കമന്റ്സുകളൊക്കെ ഉണ്ട്. ഇതൊന്നും വായിക്കണമെന്നില്ല, ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ ആസ് എ ടീച്ചർ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. എല്ലാ ക്വസ്റ്റ്യനും ഇനി എക്സാമ്പിൾ 1 ഉണ്ട്, ഇതിന്റെ താഴെ തന്നെ കറക്റ്റ് ആൻസർ ഉണ്ടാവും. സോ നമ്മളിങ്ങനെ 1 by 1 ഡിസ്കസ് ചെയ്ത് പോവാണ് കേട്ടോ. ഞാൻ ആൻസർ ഇങ്ങനെ കാണാത്ത രീതിയിൽ വെക്കാം ഫസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ആൻസർ നോക്കി പോകും. നിങ്ങളുടെ അവിടെ ആൻസർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാതെ നിൽക്കുക കേട്ടോ. ശരി. Which of the following is an implication of semi-strong? നമ്മുടെ ബിസിനസ് വാല്യുവേഷന്റെ കൂടെ എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് എന്ന സ്റ്റോക്ക് മാർക്കറ്റ് എഫിഷ്യൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ കണ്ടന്റ് ഉണ്ട്. ആ ഏരിയയിൽ നിന്ന് എപ്പോഴും 1 അല്ലെങ്കിൽ മാക്സിമം 2 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരെ വരാറുണ്ട്. എപ്പോഴും ഒരെണ്ണം എന്തായാലും ഉണ്ടാവും. സോ താഴെ പറഞ്ഞാൽ സെമി സ്ട്രോങ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതൊക്കെ? ഇവിടെ പറയുന്നു ഇതാണ് റൈറ്റ് ആൻസർ. സി വരിക. സെക്യൂരിറ്റി പ്രൈസ്, ഷെയർ പ്രൈസ്, അതായത് സെക്യൂരിറ്റി പ്രൈസുകൾ മൂവ് ചെയ്യും വൺസ് ഇറ്റ് ഇസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഷെയർ പ്രൈസ് എന്തെങ്കിലും മൂവ് ചെയ്യുന്നുള്ളതാണ് സെമി സ്ട്രോങ് മാർക്കറ്റിനുള്ളത്. സ്ട്രോങ് ആണെങ്കിൽ അനൗൺസ്മെന്റ് വന്നാലും എന്താകത്തില്ല, പ്രൈസ് മൂവ് എത്തിയില്ല. കാരണം അത് ഇൻസൈഡർ ഇൻഫർമേഷൻ ആയിരിക്കെ പുറത്ത് അറിഞ്ഞിട്ടുണ്ടാവും. സോ എന്തുകൊണ്ട് ബാക്കിയെല്ലാം റോങ് ആണെന്ന് നോക്കാം. ഷെയർ പ്രൈസ് മൂവ്മെന്റ് പ്രെഡിക്റ്റബിൾ ആണെന്ന് പറയുന്നു. ഷെയർ പ്രൈസ് മൂവ്മെന്റ് അൺപ്രെഡിക്റ്റബിൾ ആണ്. എന്ത് ഇൻഫർമേഷൻ വരുന്നു അതിനനുസരിച്ച്, ഇപ്പൊ പോസിറ്റീവ് ഇൻഫർമേഷൻ ആണ് വരുന്നെങ്കിൽ കൂടാം, നെഗറ്റീവ് ഇൻഫർമേഷൻ ആണെങ്കിൽ കുറയാം. അല്ലാതെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റബിൾ ആയിട്ടല്ല ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. പിന്നെ പറയുന്നു സെക്യൂരിറ്റീസ് പ്രൈസസ് ഷുഡ് ഫുള്ളി ആൻഡ് ഫെയർലി റിഫ്ലക്ട് ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ. അത് തന്നെ പബ്ലിക്കും പ്രൈവറ്റും. പ്രൈവറ്റ് ഇൻഫർമേഷൻ കൂടി ഇൻക്ലൂഡ് ആണെങ്കിൽ അത് സെമി സ്ട്രോങ് അല്ല, സ്ട്രോങ് ആണ് വരിക. പിന്നെ ഇൻസൈഡർ ഡീലിങ്ങിനെ ബാൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇൻസൈഡർ ഡീലിംഗ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുന്ന നിൽക്കാണ് അതിന്റെ ഉത്തരം വരുന്നത്. അത് സ്ട്രോങ് മാർക്കറ്റ് അല്ല. സ്ട്രോങ് മാർക്കറ്റ് ആണെങ്കിൽ എല്ലാ ഇൻഫർമേഷനും പുറത്ത് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇൻസൈഡർ ഇൻഫർമേഷൻ ബാൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ബട്ട് സെമി സ്ട്രോങ്ങില് ഈ ഇൻഫർമേഷൻ കുറച്ച് ആളുകൾക്ക് മാത്രമേ അവൈലബിൾ ഉള്ളൂ. സെമി സ്ട്രോങ് മാർക്കറ്റില് ഇൻസൈഡർ ഇൻഫർമേഷൻ പബ്ലിക്കിലുള്ള എല്ലാവർക്കും അവൈലബിൾ അല്ല, അകത്തുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അതിന്റെ ഡീലിംഗ്, ഇൻസൈഡർ ഇൻഫർമേഷന്റെ, പ്രൈവറ്റ് ഇൻഫർമേഷന്റെ ട്രേഡിങ്ങിന് ബാൻ ചെയ്തിരിക്കണം സെമി സ്ട്രോങ് ആണെങ്കിൽ. ക്ലിയർ അല്ലേ? പറഞ്ഞേ, ക്ലിയർ അല്ലേ? പ്ലീസ് റെസ്പോണ്ട് ക്വിക്ലി. ഞാൻ നിങ്ങളുടെ എല്ലാം ഇങ്ങനെ ക്ലിയർലേ നമുക്ക് പോകാൻ 40ഓളം ക്വസ്റ്റ്യൻ തീർക്കാനുണ്ട്. 4 ഇതാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാം ക്ലിയർ അല്ലേ ഞാൻ ചോദിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ ക്വിക്ലി മൂവ് ചെയ്യും കേട്ടോ. ക്വിക്ലി മൂവ് ചെയ്യും.
അടുത്തത് ബഫർ സ്റ്റോക്ക് കണ്ടെത്താനോ. എടാ എപ്പോഴും നമ്മളോട് ഏതെങ്കിലും ഒരു ഫോർമുല ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോർമുല ആദ്യം എഴുതി വെക്കുക. ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഫോർമുല എന്തായിരുന്നു? ബഫർ സ്റ്റോക്ക് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരാം. ശ്രദ്ധിക്കൂ, ഞാൻ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. അൺവാണ്ടഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അൺമ്യൂട്ട് ചെയ്ത് നിൽക്കരുത്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരും, ശ്രദ്ധിക്കണം. ശരി, സോ ഞാൻ പറഞ്ഞത് ബഫർ സ്റ്റോക്കിന്റെ ഫോമിലെ ബഫർ സ്റ്റോക്കിലെ എന്താ ചോദിച്ചത്? ബഫർ അതിൽ സേഫ്റ്റി ഇൻവെന്ററി എന്താണെന്ന് പറഞ്ഞു. ബഫർ സ്റ്റോക്കിന്റെ ഫോമുല ബഫർ സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു level minus reorder level minus average usage into average lead time. Average usage into average lead time. Okay. ശരി, നമുക്ക് ഇവിടെ ഡേറ്റ ആനുവൽ ഡിമാൻഡ് തന്നിട്ടുണ്ട്, ഓർഡർ ക്വാണ്ടിറ്റി, റീഓർഡർ ലെവൽ തന്നിട്ടുണ്ട്. സോ ഇതെനിക്ക് വേണം റീഓർഡർ ലെവൽ. ലീഡ് ടൈം ഒരെണ്ണേ തന്നുള്ളൂ. എടാ ചിലപ്പോ നമുക്ക് ക്വസ്റ്റ്യനില് മാക്സിമം ലീഡ് ടൈമും മിനിമം ലീഡ് ടൈം തന്നിരുന്നെങ്കിൽ, ഇപ്പം 4ഉം 3യും തന്നിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുക? ഇത് രണ്ടും പ്ലസ് ചെയ്ത് ഡിവൈഡ് ബൈ 2 ചെയ്യും. ഇവിടെ ഒരെണ്ണമാണ് തന്നതെങ്കിൽ അതിന് മിനി അത് തന്നെയാണ് ആവറേജ് എന്നാ. സോ നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ്? റീഓർഡർ ലെവൽ അത് 30,000 ആണ് തന്നിട്ടുണ്ട്. ആവറേജ് യൂസേജ് തന്നിട്ടുണ്ട്. തന്നിട്ടില്ല. ലീഡ് ടൈം തന്നിട്ടുണ്ട്. എത്രയാണ് ലീഡ് ടൈം? ഒരു ഓർഡർ പ്ലേസ് ചെയ്താൽ എത്ര സമയം കൊണ്ട് കിട്ടുമെന്നാ. എത്ര ലീഡ് ടൈം? 3 month ആണോ 3 week ആണോ? 3 week ആണോ? പറഞ്ഞേ. 3 week അല്ലേ തന്നെ? നോക്കിയ വീക്സ് അല്ലേ? റൈറ്റ്. സോ ഇവിടുത്തെ യൂസേജ് എന്തായിരിക്കണം? നമ്മൾ ലീഡ് ടൈം വീക്സിൽ എടുത്താൽ ഇവിടുത്തെ യൂസേജും എന്തായിരിക്കണം? പെർ വീക്ക് ആയിരിക്കണം. ലീഡ് ടൈം 3 week ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആവറേജ് യൂസേജ് പെർ വീക്ക് ആയിരിക്കണം. ഒരു വീക്കിന് എത്ര എടുക്കണം എന്നുള്ളത്. സോ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു വർഷത്തെ ഡിമാൻഡ് തന്നിട്ടുണ്ട്. ഇതാണ് ഒരു വർഷം മൊത്തമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിമാൻഡ്, അല്ലെങ്കിൽ വിൽക്കുന്ന ഡിമാൻഡ്. ഒരു ഇയറിൽ 50 വീക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ വീക്ക് എത്രയെന്ന് മനസ്സിലാവും? ആവറേജ് യൂസേജ് പെർ വീക്ക് 400,000 divided by 50 week. So per week 8,000 ആണ്. So buffer stock എങ്ങനെ കണ്ടുപിടിക്കാം? This is equal to reorder level minus average usage into average lead time. So 6,000 ആണ് buffer stock വരുന്നത്. 6,000 units. 6,000 units ആണ്. Clear അല്ലേ? വേഗം പറഞ്ഞേ. Yes sir. ഇതിൽ ആ കൂടി കൺഫ്യൂഷൻ ഉണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ലീഡ് ടൈം ചിലപ്പോൾ മന്തിലാണ് തന്നെങ്കിൽ, ഇത് മന്ത് ആയിരുന്നെങ്കിൽ ഇവിടെ എടുക്കേണ്ട യൂസേജ് എന്തായിരിക്കണം? പെർ മന്ത് ആയിരിക്കണം എന്ന് മാത്രം ശ്രദ്ധിക്കുക. ശരി, ഇത് ഇൻവെന്ററി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഇൻവെന്ററിയുടെ സ്റ്റോക്ക് ലെവൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമുല പഠിക്കാനുള്ളതാ. റീഓർഡർ ലെവല്, മാക്സിമം ലെവല്, മിനിമം ലെവല്, പിന്നെ ആവറേജ് ലെവൽ, ഇത്രയും ലെവൽസ് ആണ് പഠിക്കാനുള്ളത്. ശരി, എക്സാമ്പിൾ 3 എപ്പോഴും റിക്വയർമെന്റ് ആണ് ആദ്യം വായിക്കുക. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൻ ഓർഡിനറി ഷെയർ? എടാ ഇത് ഒരു ഷെയറിന്റെ ആണ്. ആൽഫ്രഡോ കമ്പനി യൂസിങ് ഓ കമ്പനിയുടെ PE റേഷ്യോ. ഓക്കെ, ആൽഫ്രഡ് ഒരു അൺലിസ്റ്റഡ് കമ്പനിയാണ്. അൺലിസ്റ്റഡ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായിട്ട് എന്തുണ്ടാവില്ല? PE റേഷ്യോ ഉണ്ടാവില്ല. മറ്റൊരു പ്രോക്സി ലിസ്റ്റഡ് കമ്പനി ഐഡന്റിഫൈ ചെയ്ത് അവരുടെ PE റേഷ്യോ ആണ് എടുക്കുക. സോ PE റേഷ്യോ പ്രകാരം എങ്ങനെയാ വാല്യുവേഷൻ ചെയ്യുക? PE റേഷ്യോ പ്രകാരം വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് ഇതിനെ PE റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഏർണിങ്സ് ഇൻടു PE റേഷ്യോ ആണ്. നമുക്ക് ആരുടെ വാല്യുവേഷനാ ചെയ്യേണ്ടത്? വാല്യുവേഷൻ ഓഫ് ഇക്വിറ്റി ഓഫ് ആരുടെയാണ് ചെയ്യേണ്ടത്? ആൽഫ്രഡ കമ്പനി. സോ ആൽഫ്രഡ് ഏർണിങ്സ് അറിയണം. ആൽഫ്രഡയ്ക്ക് 200 million ഷെയർസ് ഉണ്ട്. ഇത് വാല്യൂ ആണോ നമ്പേഴ്സ് ആണോ? നോക്കിട്ട് പറഞ്ഞേ. 200 മുന്നിൽ ഡോളർ സൈൻ ഒന്നുമില്ല. അപ്പൊ വാല്യൂ ആണോ? കേട്ടോ, നമ്പർ ഓഫ് ഷെയർസ് ആണ്. Their earnings attributable to ordinary shareholders 90. അതിൽ 30 million ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു. നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് തന്നിരുന്നതെങ്കിൽ അതിന് പ്രിഫറൻസ് ഡിവിഡൻഡ് ആണെങ്കിൽ കുറയ്ക്കണം. അങ്ങനെ കിട്ടുന്നതാണ് ഏർണിങ്സ്.
ആ ഏർണിങ്സ് ആണ് ഇവിടെ 90 തന്നത്. ഈ 90-ൽ നിന്നും 30 ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് കൊടുക്കുന്നത്, അത് കുറക്കേണ്ട ആവശ്യമില്ല. ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ 90 ആണ്. സോ ഏർണിങ്സ് കിട്ടിയിട്ടില്ല 90. ഇനി എന്തുകൂടി കിട്ടിയാൽ മതി? PE റേഷ്യോ. ഇതൊരു അൺലിസ്റ്റഡ് കമ്പനി ആയതുകൊണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് PE റേഷ്യോ ഇല്ല. അതുകൊണ്ടാണ് OT കമ്പനിയുടെ PE റേഷ്യോ വെച്ച് ചെയ്യാൻ പറഞ്ഞത്. OT കമ്പനി ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. അവർക്ക് 550 മില്യൺ ഷെയർസ് ഉണ്ട്. അവരുടെ EPS 0.25-ഉം മാർക്കറ്റ് ക്യാപ് 2750 ആണ്. എന്താണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ? മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഷെയറിന്റെ പ്രൈസ് ആണോ മൊത്തം ഷെയർസിന്റെ പ്രൈസ് ആണോ? സോ ഇത് ടോട്ടൽ ആണെങ്കിൽ PE റേഷ്യോ കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ ടോട്ടൽ വാല്യൂ ഓഫ് ഇക്വിറ്റി എടുക്കുക ഡിവൈഡ് ബൈ ഏർണിങ്സ് എടുക്കുക താഴെ, അതല്ലെങ്കിൽ ഒരു ഷെയറിന്റെ പ്രൈസ് ഡിവൈഡ് ബൈ ഒരു ഷെയറിന്റെ ഏർണിങ്സ് ആയിരിക്കണം. ഇവിടെ നമുക്ക് ഒരു ഷെയറിന്റെ ഏർണിങ്സ് ഉണ്ട്, അപ്പൊ ഈ പ്രൈസിനെയും ഒരു ഷെയറിലോട്ട് മാറ്റണം. സോ PE റേഷ്യോ പ്രൈസ്, ഒരു ഷെയറിന്റെ പ്രൈസ് കണ്ടുപിടിക്കാൻ OTന്റെ ആണ് 2750, ഇത്രയും മില്യൺ ആണ് അവരുടെ ടോട്ടൽ ഷെയറിന്റെ വാല്യൂ, ബൈ 550 ചെയ്തപ്പോൾ അവരുടെ ഒരു ഷെയറിന്റെ പ്രൈസ് ആയി 5 ആണ് ഒരു ഷെയറിന്റെ പ്രൈസ്. MPS ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം പറഞ്ഞേ? PE റേഷ്യോ കിട്ടാൻ MPS ഡിവൈഡ് ബൈ EPS ആണ് EPS. ഇത് ശരിക്കും ആരുടെ PE റേഷ്യോ ആണ്? ഓട്ടിക്സ് കമ്പനിയാണ്. സോ ഓട്ടിക്സ് കമ്പനിയുടെ PE റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് ആൽഫ്രഡിന്റെ വാല്യൂഷൻ ചെയ്യാനാ പറഞ്ഞത്. സോ അസ്യൂമിങ് ഇവർ ഏകദേശം ഒരേപോലെയുള്ളതാണ്. ചിലപ്പോൾ ക്വസ്റ്റിൽ പറയും ഓട്ടിക്സിന്റെ PE റേഷ്യോ കുറച്ച് കുറയ്ക്കാൻ പറയും. അൺലിസ്റ്റഡ് കമ്പനി ആയതുകൊണ്ട് ലിസ്റ്റഡ് കമ്പനിയുടെ PE റേഷ്യോ കുറച്ച് കുറവായിരിക്കും. ഇവിടെ അങ്ങനെയൊന്നും പറയാത്തതുകൊണ്ട് എക്സാക്ട്ലി സെയിം ആണെന്ന് അസ്യൂം ചെയ്താൽ വാല്യൂഷൻ ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു ഏർണിങ്സ് ഇൻടു PE റേഷ്യോ 1800 ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ എന്താ? ടോട്ടൽ ഷെയർസിന്റെ വാല്യൂ ആണോ ഒരു ഷെയറിന്റെ ആണോ? ഓഫ് വാല്യൂ ഓഫ് ആൻ ഓർഡിനറി ഷെയർസ്. സോ ഒരു ഷെയറിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ NPS കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ ഇവരുടെ നമ്പർ ഓഫ് ഷെയർസ്, ആൽഫ്രഡ് നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആൽഫ്രഡ് നമ്പർ ഓഫ് ഷെയർസ് 200 ആണ്. സോ ഡിവൈഡ് ബൈ 200. ഓക്കെ, സോ ആൻസർ ഇസ് $9. $9 ആണ് ആൻസർ. മുന്നോട്ട് പോട്ടെ. നമുക്ക് ഇത്ര സമയം ഉണ്ടാവത്തുള്ളൂ. വേഗം കുറെ ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ? പെട്ടെന്ന് പറഞ്ഞേ. ശരി. ഇനി എക്സാമ്പിൾ 4. Which of the following statements concerning the impact of government's decision is true? Is true എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? താഴെ പറഞ്ഞതിൽ ഒരു കമ്പനി ഒരു മേജർ ഇൻവെസ്റ്റ്മെന്റ് പ്ലാന് വിചാരിക്കുന്നുണ്ട് നെക്സ്റ്റ് ഇയറിൽ. റീസെന്റ് എക്കണോമിക് ഗ്രോത്ത് വളരെ സ്ലോ ആയതുകൊണ്ട് ഗവൺമെന്റ് മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്തു? കുറച്ചു. മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ്, ഗവൺമെന്റിന്റെ റേറ്റുകൾ കുറച്ചു. ഗവൺമെന്റ് റേറ്റുകൾ കുറച്ചു. മാർക്കറ്റിലെ റേറ്റ് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്ററുടെ എക്സ്പെക്ട് റേറ്റ് ഓഫ് റിട്ടേണോ എന്ന ആറും കുറയില്ലേ? അല്ലേ? എക്സ്പെക്ട് റേറ്റ് ഓഫ് റിട്ടേൺ, ഈൽഡ് അല്ലെങ്കിൽ KE അല്ലെങ്കിൽ വാക്, ഇതൊക്കെ കുറയില്ലേ? മാർക്കറ്റിലെ റേറ്റ് കൂടുന്നവരും മാർക്കറ്റിൽ ഹയർ റേറ്റ് ഉണ്ടെങ്കിൽ, ഗവൺമെന്റിന്റെ റേറ്റ് വളരെ ഹൈ ആണെങ്കിൽ, ഇപ്പൊ KE തന്നെ എടുക്കുകയാണെങ്കിൽ KE മീൻസ് RF പ്ലസ് ബാക്കി കുറെ കാര്യങ്ങളാ. ഈ RF ഗവൺമെന്റ് റേറ്റ് എത്ര മാർക്കറ്റിൽ കൂടുന്തോറും ഈ KE കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ മാർക്കറ്റ് റേറ്റ് കുറയുന്തോറും ഗവൺമെന്റ് മാർക്കറ്റ് റേറ്റ് കുറയുന്തോറും ഈ ഈൽഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ക്ലിയർ അല്ലേ? അതല്ലേ ഈ പറഞ്ഞ കാര്യം? മാർക്കറ്റിലെ റേറ്റ് കുറച്ചതുകൊണ്ട് എക്സ്പെക്ടഡ് ഈൽഡ് കുറയും. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും എന്ന് പറയുന്നത് റോങ് അല്ലേ? മാർക്കറ്റിൽ കുറഞ്ഞാൽ ഇൻവെസ്റ്റഡ് റിസ്ക് കുറയുന്നു, അവരുടെ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ കുറയും, അതുകൊണ്ട് വാക്ക് കുറയാണ് വേണ്ടത്. ദ കമ്പനീസ് ഷെയർ ഹോൾഡേഴ്സ് വിൽ റിക്വയർ ഹൈ റിട്ടേൺ ആണോ റിക്വയർ ലോ റിട്ടേൺ ആണോ? മാർക്കറ്റിലെ റേറ്റ് കുറഞ്ഞാൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത മാർക്കറ്റ് കുറഞ്ഞ റേറ്റ്, മാർക്കറ്റിൽ കൂടുതൽ റേറ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ റേറ്റ് ഇവിടെ തരണം. സോ ഇതും റോങ് അല്ലേ? ശരി. The demand for the company's product will increase. ഇതാണ് റൈറ്റ് ആൻസർ. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവില്ലേ, കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് റൈറ്റ് ആൻസർ എങ്ങനെയാ പറഞ്ഞുതരാം. അടുത്ത നോക്ക്, NPV will be lower than initially expected. വാക്ക് കൂടിയാൽ ഒന്ന് പറഞ്ഞേ, വാക്ക് കൂടിയാൽ എന്താ സംഭവിക്കുക? NPV എന്താ? കുറയോ ചെയ്യുക. ഇവിടെ മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റുകൾ 6 കുറഞ്ഞതുകൊണ്ട് വാക്ക് കുറയും, അതുകൊണ്ട് NPV എന്താവും? കൂടുതൽ.
സോ എന്തായാലും ആണ് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്തത് സിയിലോട്ട് എത്താം. ബട്ട് സി എന്തുകൊണ്ട് പറഞ്ഞാൽ മാർക്കറ്റിലെ റേറ്റുകളൊക്കെ കുറഞ്ഞാൽ ജനങ്ങൾക്ക് സ്പെൻഡിങ് കപ്പാസിറ്റി കൂടും, അതുവഴി അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമെന്ന് എക്കണോമിക്സിന്റെ ഒരു തിയററ്റിക്കൽ ചാപ്റ്റർ ഇനീഷ്യലി ഉണ്ട്. അതാണ് അവിടെ ടെസ്റ്റ് ചെയ്തത്. മാർക്കറ്റിലെ റേറ്റുകളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടും ആൾക്കാരുടെ, അതായത് ബോറോയിങ് കോസ്റ്റ് ഒക്കെ കുറവായിരിക്കും. അപ്പം ഡിസ്പോസബിൾ ഇൻകത്തിനുള്ള സെപ്പറേറ്റ് മാറ്റി വെക്കുന്ന പൈസ അത്രയും കൂടുതലുണ്ടാവും, അതുവഴി അഗ്രിഗേറ്റ് ഡിമാൻഡ്, മാർക്കറ്റിൽ ഡിമാൻഡ് കൂടും എന്നാണ് അവിടെ നമ്മൾ എത്തിക്കേണ്ട ആൻസർ. ബട്ട് അത് നിങ്ങൾക്ക് അത്രയും കത്തിയിട്ടില്ലെങ്കിലും ഇവിടെ കോർ ടോപ്പിക്, ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിന്റെ കോർ ടോപ്പിക് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. കറക്റ്റ് അല്ലേ? ABD എന്ന കോർ ടോപ്പിക് വെച്ചാൽ തന്നെ ആൻസറിലോട്ട് എത്തിക്കൂടെ അല്ലേ? ശരി, നെക്സ്റ്റ് വൺ സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബി നിങ്ങൾ ആദ്യം എല്ലാവരും ഈ 5 ക്വസ്റ്റ്യൻ, ഇതിന്റെ താഴത്തെ 5 ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്ന് 5 ക്വസ്റ്റ്യൻ ഒറ്റയ്ക്ക് ട്രൈ ചെയ്യണം. ആൻസർ നിങ്ങൾ വായിക്കരുത്, തൊട്ട് താഴെ ഇതിങ്ങനെ പറഞ്ഞ് ഭയങ്കര ബെനിഫിഷ്യൽ ആവില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ തല വർക്ക് ചെയ്യില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് അതിൽ ഭയങ്കരമായിട്ട് കാര്യമുള്ളത്. സോ ടി കമ്പനി എന്ന് പറയുന്നത് ഒന്ന് എല്ലാവരും ഒറ്റയ്ക്ക് ട്രൈ ചെയ്തേ, അതിന്റെ താഴത്തെ ആൻസർ നിങ്ങൾ വായിക്കുകയും ചെയ്ത് നിങ്ങളൊരു ആൻസറിൽ എത്തുക, മുന്നോട്ട് പോവുക, അതല്ലേ നല്ലത്. അല്ല ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറയുന്നതിൽ ഒരു കാര്യം ഉണ്ടാവില്ലേ, നിങ്ങൾക്ക് വെറുതെ കേട്ടിരിക്കുന്ന പോലെ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതിൽ ബെനിഫിഷ്യൽ ഉണ്ടാവുക. എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് ഇങ്ങനെ സമയം തരാൻ പറ്റത്തില്ല, തരാൻ പറ്റുന്നതിൽ നമുക്ക് ടൈം നോക്കിയിട്ട് കൺസിഡർ ചെയ്യാം. എന്നാ വേഗം ചെയ്താൽ വെയിറ്റ്. ഇപ്പോൾ സമയം 8:20 ഒരു ശരിക്കും ഇതിന് 10 × 1.8 18 മിനിറ്റ് ഉണ്ട് ശരിക്കും എക്സാമിന്. 10 മാർക്സ് ആണല്ലോ ഇത്. ഇവിടെ 18 മിനിറ്റ് എടുക്കാൻ സമയമില്ല. ഒരു 10 മിനിറ്റ്സിൽ 5 എണ്ണത്തിൽ എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്താൽ മതി. അതിൽ വെയിറ്റ് 10 മിനിറ്റ്സ് തരാം. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യാൻ പറഞ്ഞത് ടി കമ്പനിയാണ്. റീഡ് ചെയ്യുമ്പോഴേ എസ്പെഷ്യലി വലിയ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുമ്പോഴേ ബേസിക് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പെൻ ആൻഡ് പേപ്പറിൽ നോട്ട് ചെയ്തിട്ട് പോവാ. ലാർജ് മാനുഫാക്ചറിങ് കമ്പനിയാണ് ടി കമ്പനി. അവർ ഒരുപാട് റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫോറിൻ കൺട്രിയിൽ, അതുപോലെ പ്രൊഡക്ട്സ് ഹോം കൺട്രിയിൽ മാത്രമേ വിൽക്കുന്നുള്ളൂ. റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ സ്യൂട്ടബിൾ ഡെറ്റ് ഫിനാൻസ് ഇൻ ഫോറിൻ കൺട്രി എടുക്കുന്നുണ്ട്. ഹോം കൺട്രിയുടെ കറൻസി ഡോളർ ആണ്. സോ ഹോം കറൻസി ഡോളർ, ഫോറിൻ കറൻസി യൂറോ ആണെന്ന് പറഞ്ഞു. ഒരു FRA യൂസ് ചെയ്യുന്നവർ പറഞ്ഞു 10 മില്യൺ പേയ്മെന്റ് അടയ്ക്കാനുള്ള ബോറോയിങ്സിന് വേണ്ടിയിട്ട്. അവർ യൂസ് ചെയ്ത FRA 3-6 ആണ്. ഇതാണ് അവർ യൂസ് ചെയ്ത റെലവെന്റ് FRA എന്ന് പറഞ്ഞു. എന്നാൽ അതിന്റെ മീനിങ് എന്താ? 3-6ന്റെ മീനിങ് എന്താ? ബോറോ എന്ന് സ്റ്റാർട്ട് ചെയ്യും ടുഡേ പോയിന്റിൽ നിന്നും 3 months അതിന്റെ സ്റ്റാർട്ട് ചെയ്യും, 6 ടുഡേ പോയിന്റും 6 months അതിന്റെ എൻഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എത്ര മന്ത്സിലോട്ട് ബോറോ ചെയ്യും? 3 months അതിന്റെ സ്റ്റാർട്ട് ചെയ്ത് 2 പോയിന്റും 6 months അതിന്റെ എൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് എത്ര മന്ത്സിലോട്ട് ബോറോയിങ്? ഈ ഡിഫറൻസിന്റെ പീരീഡ് ആണ് ബോറോയിങ് പീരീഡ്. 3 months ആണ്. ഇപ്പൊ 4-6 ആയിരുന്നുവെങ്കിൽ 2 months ആണ് ബോറോയിങ് പീരീഡ്. സോ ഇവിടെ 3 months ആണ് ബോറോ ചെയ്തിട്ടുള്ളത്. ആൻഡ് അവിടെ 2 റേറ്റ് എടുക്കുന്നുണ്ട്, 4%-ഉം 3.6-ഉം. 4%-ഉം 3.6-ഉം. ഏതായിരിക്കും റെലവെന്റ് ബോറോവർക്ക്? ബോറോവർക്ക് എപ്പോഴും ഏത് റേറ്റ് ആയിരിക്കും? ഹയർ റേറ്റ് ആയിരിക്കും. സോ 4% ആണ്. ഇതൊക്കെ റീഡ് ചെയ്യുമ്പോൾ പിക്ക് ചെയ്യുക. 10 മില്യൺ ആണ് എമൗണ്ട്, 10 മില്യൺ യൂറോ. ആക്ച്വൽ റേറ്റ് എത്ര വന്നു? ദ ആക്ച്വൽ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ മാർക്കറ്റ് റേറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ ബേസ് റേറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ ഗവൺമെന്റ് റേറ്റ് എത്ര വന്നു? 3.2. സോ ആക്ച്വൽ റേറ്റ് 3.2 വന്നത്. അത് ഇവിടെ ക്വസ്റ്റ്യന്റെ അകത്ത് തന്നെയുള്ളത്. ആക്ച്വൽ 3.2 ആയി നമ്മൾ ലോക്ക് ചെയ്ത 4 ആ. സോ മാർക്കറ്റിൽ അടച്ചത് കുറവായിരിക്കും. ആക്ച്വലി ഉള്ള 3.2 നമ്മൾ അടച്ചിട്ടുള്ളൂ. സോ എക്സ്ട്രാ കുറച്ചുകൂടി നമ്മൾ അടയ്ക്കേണ്ടി വരും. എക്സ്ട്രാ അടയ്ക്കുന്ന 0.8%. പിന്നെ പറയുന്നു ഒരു വോളിയം ഡിസ്കൗണ്ട് കിട്ടാനുണ്ട് 3 മാസം കഴിഞ്ഞിട്ട്. എടാ ഇത് ഇൻട്രസ്റ്റ് റിസ്ക് ആണ് കേട്ടോ. ഈ കേസിൽ പറഞ്ഞ FRA ഇൻട്രസ്റ്റ് റിസ്ക് ആണ്. ഇവിടെ പറയുന്നത് ഫോറക്സ് റിസ്ക് ആണ്. ഒരു 3 months കഴിഞ്ഞിട്ട് ഒരു 1.5 മില്യൺ റിസീവ് ചെയ്യാനുണ്ട്. അപ്പൊ അതില് ഡോളറിന് ഡെപ്രീസിയേറ്റ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മണി മാർക്കറ്റ് ഹെഡ്ജ് എടുത്തു. സോ ഇതിന് മണി മാർക്കറ്റ് ഹെഡ്ജ് ആണ്. ഇവിടെയാണ് കേട്ടോ MMH സ്പോട്ട് റേറ്റ് വന്നിട്ടുണ്ട്. 2 കൺട്രിയിലെ ബോറിംഗ് റേറ്റും ഡെപ്പോസിറ്റ് റേറ്റും വന്നിട്ടുണ്ട്. ഇതെന്തിനായിരിക്കട്ടെ ഈ ഡേറ്റ? ബോറിംഗ് റേറ്റും ഡെപ്പോസിറ്റ് റേറ്റും MMHന് വേണ്ടിയിട്ടല്ലേ. സോ ഇത് റീഡ് ചെയ്യുമ്പോൾ പിക്ക് ചെയ്യുക. റെസിപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റെസിപ്റ്റ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ ഫോറിനില് ബോറോ ചെയ്യണം. ഇതാണ് ഫോറിനിലെ റേറ്റ്. ഹോമിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ബട്ട് ഡു റിമെമ്പർ ഇത് എപ്പോഴും ആനുവൽ റേറ്റ് ആയിരിക്കും. നമുക്ക് എത്ര മന്ത്സ് കഴിഞ്ഞിട്ടാണ്? 3 months കഴിഞ്ഞിട്ടാണ്. സോ ഇതിനൊക്കെ എത്ര ചെയ്യണം പറഞ്ഞേ? ഈ റേറ്റുകളെ 3 months കഴിഞ്ഞിട്ടാണ്. ഇതിനൊക്കെ എത്ര ചെയ്യണം പറഞ്ഞേ?
3/12. 3/12. Okay. And the first question, finance director yield curve analyze ചെയ്യുന്നു. yield curve, normal yield curve upward ആണ്. ഷോർട്ട് ടേമിൽ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റും ലോങ് ടേമിലോട്ട് കൂടുതൽ പീരീഡ് കൂടുന്നതും ഹയർ റേറ്റ് വരും. ഇത് പഠിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി ഒബ്സർവിലൂടെ നോർമൽ yield curve ഇപ്പൊ ഏത് yield curveലോട്ട് മാറിയിട്ടുണ്ട്, ഇൻവേർട്ടഡ് yield curve ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. സോ അപ്വേർഡ് സ്ലോപ്പ് ആണോ ഡൗൺവേർഡ് സ്ലോപ്പ് ആണോ? ഇപ്പോ Downward. Downward slope. ഷോർട്ട് ടേമിൽ ഹയർ ഇൻട്രസ്റ്റ് റേറ്റും ലോങ് ടേമിൽ റേറ്റ് കുറയുന്ന ഒരു സ്ഥിരം വരാത്ത തരത്തിലുള്ള ഒരു ഇതിലാണ് കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ താഴെ പറയുന്നതിൽ ഏതൊക്കെ രണ്ടെണ്ണമാണ് ഈ സിറ്റുവേഷനിൽ ഇൻവേർട്ടഡ് yield curve ഡൗൺവേർഡ് സ്ലോപ്പിന് റൈറ്റ് എന്ന് പറയുന്നത്? ബോൺസ് വിത്ത് ലോങ് ടേം മെച്യൂരിറ്റി വിൽ ഹാവ് ഹയർ റിട്ടേൺ. ലോങ് ടേമിൽ ഹയർ റിട്ടേൺ ആണെങ്കിൽ അപ്പോർഡ് അല്ലേ വരിക? ദിസ് ഇസ് റോങ്. No. അടുത്തത് ടി കമ്പനീസ് എക്സ്പോസ് ടു റേസിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇൻ ദ ഫോറിൻ കൺട്രി. റോങ്. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് അല്ല ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്? ഡിക്രീസ് അല്ലേ ഇൻവേർട്ടഡ് yield curve? അതല്ല. സെക്കൻഡ് വണ്ണും അല്ല, അപ്പൊ ബി അല്ല. Then the change would have been beneficial for T company. അടാ ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ ആൻസർ ആയല്ലോ, സി ഡി ആണല്ലോ അല്ലെ, 4 ഉള്ളൂ. The change would have been beneficial for T company if it has used long-term variable rate before inversion. നമ്മൾ ഓൾറെഡി ലോൺ എടുത്തു ലോങ് ടേം വേരിയബിൾ റേറ്റിലാണ്. സോ മുന്നോട്ട് പോകും തോറും റേറ്റ് എന്തായിക്കൊണ്ടേയിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വേരിയബിൾ റേറ്റ് എടുത്തതുകൊണ്ട് നമുക്ക് ഭാവിയിൽ ഇനി കുറഞ്ഞ ഇൻട്രസ്റ്റ് അടച്ചാൽ മതി. സോ ഇത് നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. കറക്റ്റ് അല്ലേ? ലോങ് ടേം വേരിയബിൾ ലോൺ എടുത്ത ഒരാൾക്ക് മുന്നോട്ട് പോകുന്നതോറും ഇൻവേർട്ടഡ് yield curve ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അതുകൊണ്ട് അത് ബെനിഫിഷ്യൽ ആയിരിക്കും. ഇനി റേസിംഗ് യൂറോ ബോണ്ട്. എന്താ യൂറോ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂറോ എന്ന കറൻസിയിൽ നമ്മൾ ബോണ്ട് എടുക്കും, നമ്മുടെ ഹോം കറൻസി അല്ലാത്ത ഫോറിൻ കറൻസിയിൽ. ഇൻ ദ ഫോറിൻ കൺട്രീസ് കറൻസി ഹാസ് ബിക്കം മോർ അട്രാക്റ്റീവ്. അവിടെ എടുക്കുന്നത് മോർ അട്രാക്റ്റീവ് ആയിരിക്കും. യെസ്, കാരണം അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിക്കൊണ്ടിരിക്കുകയാണ്, ഇൻവേർട്ടഡ് yield curve ആകുമ്പോൾ അവിടുന്ന് ലോൺ എടുക്കുന്നത് ബെറ്റർ ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഇൻവേർട്ടഡ് yield curve എന്ന് പറഞ്ഞാൽ ഭാവിയിലോട്ട് പോകുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിക്കൊണ്ടിരിക്കുകയാണ്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് നമുക്ക് അട്രാക്റ്റീവ് ആണ്. എടാ ഇവിടെ എക്സാമിനർ വരുത്തിയ ഒരു ഡിഫറൻസ് എന്താ പറയുക? ഇത്രയും കാലം ചോദിച്ചിരുന്നു. സാധാരണ ഇങ്ങനെയുള്ള ഇത് ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ. ഇത് സിനാരിയോയുമായിട്ട് കണക്ഷൻ ഉണ്ടോ? പറഞ്ഞ സിനാരിയൊന്നും പക്ക സിനാരിയൊന്നും എടുക്കേണ്ട ഫിഗർ അല്ല. സാധാരണ ഈ സിനാരിയോ വായിച്ച് കുട്ടികൾ മൈൻഡിൽ ഇട്ട് MMH ആണ്, മറ്റേത് ഫോർവേഡ് ആണ്, മൈൻഡിലിട്ട് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിന്റെ താഴെ തന്നെ MMH ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. അത് മറന്നു പോവാൻ, ഈ വായിച്ചത് മറന്നു പോകാൻ വേണ്ടിയിട്ട് എക്സാമിനർ എന്ത് ചെയ്തു? ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആദ്യം കൊടുത്തു. നിങ്ങൾ ഇത്രയും കാലം ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ തിയറി ക്വസ്റ്റ്യൻ എവിടെയാണ് വരാറ്? ഇങ്ങനെ ഒരു 5 എണ്ണത്തിൽ കൂടുതൽ നിങ്ങൾ കണ്ടത് ലാസ്റ്റിലോട്ടാണ്. അപ്പൊ കുട്ടികൾ എന്തെങ്കിലും ഈ സിനാരിയോ വായിച്ചു കഴിഞ്ഞു, ഇത് ചെയ്തപ്പോഴത്തെ ആ സിനാരിയോ മറന്നു, വീണ്ടും ആ സിനാരിയോ വായിക്കേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആയി പോകില്ലേ? അല്ലേ? ആണോ? അതിനാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ റീഡ് ചെയ്യുമ്പോഴേ എസ്പെഷ്യലി റിസ്ക് മാനേജ്മെന്റ് ഒക്കെ ഫോറിൻ ബൈ ഹോം ആണോ, ഹോം ബൈ ഫോറിൻ ആണോ, കറൻസി ഏതാണ്, ഫോൾസ് റിസ്ക് ആണോ, ഇൻട്രസ്റ്റ് റിസ്ക് ആണോ എന്നൊക്കെ റീഡ് വിത്ത് യുവർ പെൻ. എസ്പെഷ്യലി സെക്ഷൻ ബി ക്വസ്റ്റ്യൻസും സെക്ഷൻ സിയും. സെക്ഷൻ എയില് കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആ, ഒരു സിനാരിയോ ക്വസ്റ്റ്യൻ. ബട്ട് സെക്ഷൻ ബി തൊട്ടുള്ളത് കുറച്ചൊരു വലിയ സിനാരിയോ ആയിരിക്കും. അത് റീഡ് വിത്ത് യുവർ പെൻ എന്നാണ് ഞാൻ പലപ്പോഴും നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. സോ പ്ലീസ് ഡു ഫോളോ ദാറ്റ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ബേസിസ് റിസ്ക് എന്താണെന്ന്. എടാ ഇതിൽ നിങ്ങൾക്ക് എത്ര നോക്കിയാലും ബേസ് റിസ്ക് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ആക്സെപ്റ്റ് ചെയ്യുക. ബേസ് റിസ്ക് എന്ന് പറയുന്നത് രണ്ട് ഐറ്റത്തിന്റെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ സ്പോട്ട് റേറ്റിന്റെ മൂവ്മെന്റും ഫ്യൂച്ചർ റേറ്റിന്റെ മൂവ്മെന്റും ഒരേപോലെ ആകില്ല. നമ്മുടെ തിയററ്റിക്കൽ എന്താ നമ്മൾ അസ്യൂം ചെയ്യുന്നത്? സ്പോട്ടിന്റെ മൂവ്മെന്റും ഫ്യൂച്ചറിന്റെ മൂവ്മെന്റും ഒരേപോലെ ആകുമെന്നാണ്. ബട്ട് പ്രാക്ടിക്കലി അത് വരില്ല. അതുകൊണ്ട് മൊത്തമായിട്ട് എമൗണ്ടുകളൊന്നും നമ്മൾ പ്യുവർലി പെർഫെക്റ്റ്ലി നമ്മൾ ഹെഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇംപെർഫെക്റ്റ് ഹെഡ്ജിന്റെ ഒരു കാരണമാണ് ബേസിസ് റിസ്ക്. ഓപ്ഷൻ ഡി ആയിട്ടാണ് നമ്മൾ ആൻസറിലോട് എത്തുന്നത്. ഇത് അത്രയും തെറോ റിസ്ക് മാനേജ്മെന്റിൽ ഭയങ്കര റീഡിങ് ചെയ്ത ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ആ റിസ്ക് ആക്സെപ്റ്റ് ചെയ്യുക. എല്ലാവർക്കും എല്ലാം പക്കാ പഠിച്ച് തീരാൻ പറ്റിക്കോളണമെന്നില്ല. ബേസ് റിസ്കിന്റെ നോർമൽ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ക്ലൂ തരാം എന്തായാലും. ബേസ് റിസ്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ഐറ്റത്തിന്റെ മൂവ്മെന്റ് ഒരുപോലെ ആവില്ല, അതുകൊണ്ട് പെർഫെക്റ്റ് ഹെഡ്ജ് കിട്ടത്തില്ല. സോ ഇവിടെ കവർ ചെയ്ത എമൗണ്ടും നമ്മുടെ റിയൽ മാർക്കറ്റിൽ കവർ ചെയ്ത എമൗണ്ടും ഫ്യൂച്ചേഴ്സ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ കവർ ചെയ്ത എമൗണ്ടും എക്സാക്ട്ലി സെയിം അല്ലെങ്കിലും അവിടെ ബേസ് റിസ്ക് ഉണ്ടാവുന്നുണ്ട്. സോ ദ ഫണ്ട്സ് നീഡഡ് അറ്റ് മെച്യൂരിറ്റി നോട്ട് ബീങ് എൻറ്റയർലി ഹെഡ്ജ്. ദിസ് ആൻ ഇംപെർഫെക്റ്റ് ഹെഡ്ജിന്റെ കാരണമാണ് ബേസ് റിസ്ക് എന്ന് പറയുന്നത്. വേറൊന്നും മൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടോ രണ്ട് റേറ്റിന്റെ മൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ ഇംപെർഫെക്റ്റ് ഹെഡ്ജ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് അല്ല. അങ്ങനെയാണ് അവർ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് ആക്സെപ്റ്റ് ചെയ്യുക. നമ്മളിപ്പോ ചെയ്യുന്ന മുഴുവൻ ഭയങ്കര ഈസി ഉള്ള ക്വസ്റ്റ്യൻസ്.
ഏറ്റവും അറ്റൻറ്റീവ് കുറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് ഇതിനായിട്ട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. FRA എന്തായിരിക്കും? FRA എത്രയാണ് മാർക്കറ്റിൽ എത്രയാണ് നമ്മൾ ആക്ച്വൽ അടച്ചത്? മാർക്കറ്റില് ആക്ച്വൽ ഇൻട്രസ്റ്റ് പെയ്ഡ് എത്രയാണ്? 3.2. നമ്മളിവിടെ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി 3.2. ഇനി റീഡ് ചെയ്യരുത്, നമ്മൾ ലോക്ക് ചെയ്ത 4 ആണ്. സോ ആക്ച്വൽ 3.2 അടച്ചു. ബട്ട് എങ്ങനെ വന്നാലും ഫൈനൽ ആൻസർ നമ്മൾ ലോക്ക് ചെയ്തതായിരിക്കണം. ഫൈനൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നമ്മൾ ലോക്ക് ചെയ്തതിലോട്ട് എത്തിക്കണം, 4% എത്തിക്കണം. സോ ദാറ്റ് മീൻസ് ഞാൻ ആക്ച്വലി അടച്ചത് ലോക്ക് ചെയ്തതിന് വേണ്ടി കുറവാണ്. സോ എത്ര കൂടി പെർസെന്റേജ് പേ ചെയ്യണം? നമ്മൾ എത്ര പേ ചെയ്യണം? 0.8%. പക്ഷെ ഈ പെർസെന്റേജ് മാത്രമല്ല, എല്ലാം പേബിൾ നടക്കുന്നത്. ഇതിന്റെ എമൗണ്ടിലോട്ട് മാറ്റണം. അതിനാണ് നമ്മൾ ലോണിന്റെ എമൗണ്ട് നോക്കുക. 10 million അല്ലായിരുന്നോ ലോൺ എടുത്തത്? 10 million. ആൻഡ് പീരീഡ് എത്ര കാലത്തോട്ടോ? 3-6 എന്ന് പറഞ്ഞാൽ എത്ര? 3-6 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓൺ ലോൺ പീരീഡ് എത്രയാണ്? 3 months. സോ നമ്മുടെ ആൻസർ വരിക പേയ്മെന്റ് FRA സെറ്റിൽമെന്റിൽ നമ്മൾ പേയ്മെന്റ് അടയ്ക്കണം. 10 million ലോൺ എടുത്തു, 1 2 3 ഇൻറ്റു നമ്മളെ ഡിഫറൻസ് ഉണ്ട്. ആക്ച്വലി നമ്മൾ അടച്ചതും ലോക്ക് ചെയ്ത റേറ്റ് നമ്മുടെ ഡിഫറൻസ് 0.8% ആയിരുന്നു. മൾട്ടിപ്ലൈ ബൈ നമ്മൾ 0.8 അല്ലായിരുന്നോ? 3/12. സോ 20,000 നമ്മൾ പേ ചെയ്യണം. ഇത് വളരെ ഫ്രീക്വന്റ്ലി വരുന്ന ക്വസ്റ്റ്യൻ ആണോ ഇല്ലയോ? FRA ഇത് തെറ്റിയോടെ ബേസിസ് ചിലപ്പോൾ നമുക്ക് തെറ്റിയോ ആക്സെപ്റ്റ് ചെയ്യൂ. ബട്ട് FRA MMH ഒന്നും തെറ്റരുത്. അത് ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. MMH പ്രകാരം ഇവിടെ MMH ഇവിടെ പറഞ്ഞില്ല. വോളിയം ഡിസ്കൗണ്ട് പ്രകാരം എത്ര കിട്ടും? വോളിയം ഡിസ്കൗണ്ട് കിട്ടാനുള്ള പൈസ നമ്മള് ഏതിലാണ് യൂസ് ചെയ്യുന്നത്? മണി മാർക്കറ്റ് അടിച്ചാന്ന് ഇവിടെ ക്വസ്റ്റ്യൻ അകത്തല്ലേ പറഞ്ഞത്, റിക്വയർമെന്റിലല്ല സിനാരിക്കകത്താ പറഞ്ഞത്. സോ ഇതിന് നിങ്ങൾ MMH യൂസ് ചെയ്യണം. അത് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. 3 സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ പറഞ്ഞ. സ്റ്റെപ്പിന്റെ നിങ്ങൾ വൺസ് നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ സ്റ്റെപ്പിന്റെ പേര് എഴുതണ്ട. ശരിക്കും എഴുതുവാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. സ്റ്റെപ്പ് ഫസ്റ്റ് ഫോറിൻ കറൻസിയെ ഡിസ്കൗണ്ട് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 2 സ്പോട്ട് റേറ്റിൽ കൺവേർട്ട് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 3 ഹോം കറൻസിയിൽ കോമ്പൗണ്ട് ചെയ്യണം. അത് എഴുതി വെക്കുന്നില്ല. നമ്മൾ ചെയ്ത് അതിൽ തെറോ ആയി എന്നുള്ള ഒരാൾ റേറ്റ് മാത്രം പിക്ക് ചെയ്താൽ മതി. ഫോറിനിലെ റേറ്റ് ബോറോയിങ് ആണ് ഈ ക്വസ്റ്റ്യൻ. റെസിപ്റ്റ് ആകുമ്പോൾ ഫോറിൻ നിന്നും പൈസ ഇങ്ങോട്ട് വരാനുണ്ട്. അപ്പൊ ഇന്നേ ഫോറിൻ കൺട്രിയിൽ ബോറോ ചെയ്ത് ഇന്നത്തെ റേറ്റിൽ കൺവേർട്ട് ചെയ്ത് ഹോമിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഫോറിനിലെ ബോറോയിങ് റേറ്റും ഹോമിലെ ഡെപ്പോസിറ്റ് റേറ്റും നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചുള്ളത്. അതിന് നമ്മുടെ പീരീഡ് 3 months ആണെന്ന് മനസ്സിലാക്കുക. സോ ഇവിടെ എടുക്കേണ്ടത് 6%ന്റെ 3/12, ഇവിടെ എടുക്കേണ്ടത് 2%ന്റെ 3/12. ഇതാണ് റെലവെന്റ് റേറ്റുകൾ. ഇനി ഇവിടെ സ്പോട്ട് റേറ്റ് ഉപയോഗിക്കണം. സ്പോട്ട് റേറ്റ് 1.16 ആൻഡ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് വാട്ട് ഫോർ വാട്ട് എഴുതുന്നത്. അറ്റ്ലീസ്റ്റ് അത് എഴുതി വെച്ചോ. ഇറ്റ് ഈസ് യൂറോ പെർ ഡോളർ. ആൻഡ് എപ്പോഴും ഫസ്റ്റത്തെ സ്റ്റെപ്പിന്റെ ആൻസർ ഫോറിൻ കറൻസിയിലായിരിക്കും. ബാക്കി 2 സ്റ്റെപ്പ് നമ്മൾ ഹോം കറൻസിയിലോട്ട് മാറ്റും. ഇന്നത്തെ ബോറോ ചെയ്യുന്ന ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് വെച്ചാൽ സ്റ്റെപ്പ് നമ്പർ 1 2 മാത്രം ചെയ്താൽ മതി. ഇവിടെ MMH നെറ്റ് എത്ര റിസീവ് ചെയ്യുമെന്നുള്ളതാ. സോ എത്രയായിരുന്നടാ വോളിയം ഡിസ്കൗണ്ട്? 1.5 million. സോ 1.5 million 1,500,000 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1+R. ആദ്യം ഫോറിൻ ഇൻവോയ്സിനെ ഡിസ്കൗണ്ട് ചെയ്തു. ആ എമൗണ്ടിനെ ഇന്നത്തെ സ്പോട്ട് റേറ്റിൽ കൺവേർട്ട് ചെയ്ത്. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ഡോളർ ഡിനോമിനേറ്റർ കറൻസിയിലാണ് കിടക്കുന്നത്. യൂറോ പെർ ഡോളർ ആണ്, ഡോളർ ഡിനോമിനേറ്റർ ആണ്. ഡിനോമിനേറ്റർ കറൻസി കണ്ടുപിടിക്കാൻ ഡിവൈഡ് ചെയ്യണം. സോ ഡിവൈഡ് ബൈ 1.16 ചെയ്യുന്നു. എന്നിട്ട് അടുത്തത് ഇതിനെന്ത് ചെയ്യണം പറഞ്ഞേ? പഠിച്ചോട് പറഞ്ഞേ. 3 സ്റ്റെപ്പാണ്. 1+R. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. ഇന്ന് ഇത്രേ ചിലപ്പോൾ ചോദിക്കും ഇന്ന് ബോറോ ചെയ്യേണ്ട എമൗണ്ട് എത്രയായി? ടുഡേ ബോറോ ചെയ്യേണ്ട എമൗണ്ട് സ്റ്റെപ്പ് നമ്പർ 1 ആണ്. ടുഡേ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ഇത്രയാണ്. ഫൈനലി 3 months ആകുമ്പോൾ നമുക്ക് ഇത്രയും ഡോളർ കിട്ടുമെന്ന് ഇന്നേ ഉറപ്പായി. OTC ആണ് ഇത് ബാങ്കിൽ നിന്ന് എടുക്കുന്ന 180,364. ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണോ? ഇതാ 182,80364 ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? ഇതൊരിക്കലും തെറ്റരുത്. MMH ഫോർവേഡ് ഒന്നും ഒരിക്കലും തെറ്റരുത്. അത്രയും തവണ നമ്മൾ എന്തായാലും പഠിക്കേണ്ട, അത്രയും തവണ എക്സാമിന് വരാൻ വളരെ ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ 5. ഫിനാൻസ് ഡയറക്ടർ ബിലീവ് ചെയ്യുന്നു കറന്റ് മാർക്കറ്റ് കണ്ടീഷൻ ഫോറിൻ കൺട്രിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷൻ എടുക്കുന്നത് ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന്. ഓപ്ഷൻസ് ആണ്.
അതിന് ഓപ്ഷൻസ് എവിടുന്നൊക്കെ കിട്ടും അറിയുന്നവർ പറഞ്ഞേ. OTC ആണോ ETC ആണോ രണ്ടും കിട്ടുമോ? കൗണ്ടർ ഓപ്ഷൻസ് ഉണ്ട്, ETC ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വളരെ തൊറോ ആയിട്ട് ഞാൻ ഒരു രണ്ട് സ്ലൈഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് സ്റ്റഡി ടെക്സ്റ്റിൽ നമുക്ക് 30ഓളം പേജുള്ള തിയറിറ്റിക്കൽ കണ്ടന്റ് ഒരു രണ്ട് സ്ലൈഡ് ഉപയോഗിച്ചിട്ട് ആ സ്ലൈഡ് നല്ലപോലെ ഉപയോഗിച്ചോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓരോ ഡെറിവേറ്റീവ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്ഷൻസ് നമുക്ക് ഓവർ ദി കൗണ്ടർ ഓപ്ഷൻ ഉണ്ട്, OTC ഓപ്ഷൻ ETC ഉണ്ട്. ഇവരെടുക്കുന്നത് OTC ഓപ്ഷനാണ്. ഓക്കെ, OTC ഓപ്ഷൻ ട്രേഡബിൾ ഇൻസ്ട്രുമെന്റ് ആണോ നോൺ ട്രേഡബിൾ ആണോ? ഓവർ ദി കൗണ്ടർ ട്രേഡബിൾ അല്ല. ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള എഗ്രിമെന്റ് ആണ് ഓവർ ദി കൗണ്ടർ. കറക്റ്റ് അല്ലേ? ബാങ്കുകൾ പോലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള കോൺട്രാക്ടുകളാണ് ഓവർ ദി കൗണ്ടർ. സോ ക്വസ്റ്റ്യൻ ബി റെഡിയാണ്. ഇറ്റ് റിക്വയർസ് എ പേയ്മെന്റ് ഓഫ് ഇനീഷ്യൽ പ്രീമിയം. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. സോ ബിയും സി ആണ് റൈറ്റ്. ഡി എന്തുകൊണ്ടാ? ഇറ്റ് മസ്റ്റ് ബി എക്സൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? റൈറ്റ്. ഓപ്ഷൻസ് ആർ റൈറ്റ് ബട്ട് നോട്ട് എൻ obligation. ബട്ട് നോട്ട് എൻ ഓപ്ഷൻ. റൈറ്റ് ആണ്, പക്ഷെ ഓബ്ലിഗേഷൻ അവിടെ ഇല്ല, നിർബന്ധമായിട്ട് ചെയ്യണമെന്നില്ല. സോ ആൻസേഴ്സ് ബി, സി. സോ ഇതൊരു സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. പിന്നെ സെക്ഷൻ സിയില് നമ്മൾ ഈ മാരത്തോൺ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ തന്നെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഇല്ല, ഗ്യാംഗിയും പിന്നെ ഇലാൻസ് എന്ന് പറഞ്ഞൊരു എന്താണ് എലാനോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ അല്ലെ. സോ അതിന് നമ്മൾ ചെയ്ത സംഗതി തന്നെ വീണ്ടും അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരുവാണ്. അപ്പം ഈ റിപ്പോർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. ഷാൽ വി കണ്ടിന്യൂ ടു നെക്സ്റ്റ് റിപ്പോർട്ട്? ഇവിടെ തഫ്സീൽ പെട്ടെന്ന് മനസ്സിലായില്ല ഇത് മണി മാർക്കറ്റ് ഹെഡ്ജ് ആണോന്ന്. അതെന്തുകൊണ്ട് അറിയണം മണി മാർക്കറ്റ് ഹെഡ്ജ് ആണെന്ന് മനസ്സിലാവാഞ്ഞത്? അതെന്തുകൊണ്ട് വെച്ചാൽ സിനാരിയോ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചില്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിനാൻസ് ഡയറക്ടർ ഇതിന് MMH ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ സാധാരണ റിക്വയർമെന്റ് കൂടെയാണ് MMH ആണോ ഫോർവേഡ് ആണോ എന്ന് പറയോ, അത് പറഞ്ഞില്ല. വോളിയം ഡിസ്കൗണ്ട് ആണ്. സോ കണക്ട് അവർ വീണ്ടും ആ സിനാരിയോ വായിക്കുക. വോളിയം ഡിസ്കൗണ്ടിനെ പറ്റി ഇവിടെയാണ് പറയുന്നത്. അതിലൂടെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് അവർ മണി മാർക്കറ്റ് ഹെഡ്ജ്. സോ നിങ്ങൾ മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ്? തഷീല എന്നെ പറഞ്ഞ ആ സ്റ്റുഡന്റ് എന്നെ പറഞ്ഞേ, തഫ്സീല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് മണി മാർക്കറ്റ് ആണെന്ന് മനസ്സിലാക്കാതിരുന്നത്? കാരണം എന്താ? എന്ത് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞേ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ റീഡിംഗ് പ്രോപ്പർ അല്ലാതെ. സോ കെയർഫുള്ളി റീഡ് ചെയ്യുക. റീഡ് വിത്ത് യുവർ പെൻ. എന്താ റീഡ് വിത്ത് യുവർ പെൻ? വായിക്കുമ്പോഴേ നോട്ടുകൾ എഴുതി വെച്ച് മാർക്ക് ചെയ്ത് പോവാ. ഓക്കെ, വേറെന്താ? സർ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ OTCക്ക് പകരം ETC ആണ്, ഫസ്റ്റ് ഓപ്ഷൻ ട്രൂ ആവൂലേ? ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ഫിനാൻഷ്യൽ ട്രേഡ് ട്രൂ ആണ്. അതെ, അതെന്ത് ചോദിക്കണം? ശരി. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പറഞ്ഞ ഓപ്ഷനാ. പല കുട്ടികളുടെ ഈ കണ്ടന്റ് വായിക്കത്തില്ല, അല്ലെങ്കിൽ ഈ കണ്ടന്റ് ശ്രദ്ധിച്ച് വായിക്കത്തില്ല. നിങ്ങൾ പഠിച്ചിരുന്ന മാർക്ക് നഷ്ടപ്പെടും, നിങ്ങൾ വായന പ്രോപ്പർ ആവത്തില്ല. സോ പ്ലീസ് റീഡ് കെയർഫുള്ളി. എന്നാൽ ഈ റിപ്പോർട്ട് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോ അടുത്ത ഞാൻ എടുക്കുന്നത് ഇതിന് തൊട്ട് പിറകുള്ള മാർച്ച് ജൂൺ 2024 തൊട്ട് പിറകത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഡിസംബർ 2023 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നു. ഈ 4 എക്സാമ്പിൾ ഞാൻ പെട്ടെന്ന് പറയും. അടുത്ത സെക്ഷൻ ബിയിലെ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റിൽ ഒരു 3 എണ്ണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റിക്വയർമെന്റ്, ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ്, റെസിവബിൾ കളക്ഷൻ പീരീഡ്, പേയബിൾസ് പീരീഡ് കണ്ടുപിടിക്കാൻ. സോ റവന്യൂ ഉണ്ട്, കോസ്റ്റ് ഓഫ് സെയിൽസ് ഉണ്ട്, ഇൻവെന്ററിയുടെ എമൗണ്ട്, റെസിവബിൾസ് എമൗണ്ട്, പേയബിൾസ് എമൗണ്ട്. 10% ഓഫ് സെയിൽ ക്യാഷ് ആണ്. സോ നമുക്ക് ഇതിന്റെ 90% എടുത്താൽ മതി. നമുക്ക് ക്രെഡിറ്റ് സെയിൽസിന്റെ മുകളിലല്ലേ റെസിവബിൾസ് കണ്ടുപിടിക്കുക. പെർച്ചേസ് തന്നിട്ടുണ്ട്. എടാ പെർച്ചേസ് ഏതിനെ യൂസ് ചെയ്യുക? ആരുടെ എമൗണ്ട് കണ്ടുപിടിക്കാനാണ്? ഏതിന്റെ ഡേയ്സ് കണ്ടുപിടിക്കാനാ പെർച്ചേസ് യൂസ് ചെയ്യുക? ഇൻ കേസ് ഈ പെർച്ചേസ് തന്നില്ലെങ്കിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യേണ്ടത്? അവർക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഓക്കെ, സോ ഇത് ഞാൻ ചെയ്തതാണെങ്കിൽ പെട്ടെന്ന് പറയാം. റവന്യൂ അല്ല ഇൻവെന്ററി ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻടു 365. റെസിവബിൾസ് പീരീഡ്, റെസിവബിൾസ് ഡിവൈഡ് ബൈ സെയിൽസിന്റെ 90%. എന്തുകൊണ്ട് സെയിൽസിന്റെ 90%? 10% ക്യാഷ് സെയിൽസ് ആണ്. നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് മാത്രം എടുത്താൽ മതി. മൾട്ടിപ്ലൈ ബൈ 365. അതുപോലെ പേയബിൾസ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസ് ഇൻടു 365. ഓക്കെ അല്ലേ? അത് പ്രത്യേകിച്ച് ചെയ്യാനില്ല, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബട്ട് പ്രോപ്പർലി റീഡ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഇത് ക്യാഷ് ആണെന്നും ഇതിന് 90% എടുക്കണമെന്നും ശ്രദ്ധിക്കത്തില്ല. അതിന്റെ പുറമെ ഇവിടെ പർച്ചേസ് തന്നതും കാണാതെ പോകും. നോർമലി എപ്പോഴും ഒരു നോർമലി തരുന്ന ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ഈ ഡാറ്റ തരാറില്ല. അപ്പൊ ചെയ്ത് മൈൻഡിൽ പേയബിൾസ് എപ്പോഴും ഏത് ചെയ്തു പോകും? കോസ്റ്റ് ഓഫ് സെയിൽസ് ചെയ്തു പോകും. ഇതൊക്കെയാണ് കോമൺ മിസ്റ്റേക്ക് എന്നാണ് എക്സാമിനർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
See, what is our objective? This is our last date of the exam, അല്ലേ? അപ്പൊ different types of questions ലൂടെ maximum കടന്നു പോവാന്നുള്ളതാണ്. എന്നാൽ അടുത്തത് ബീച്ച് ലിറ്റർ ഒരു ചാരിറ്റി കമ്പനിയാണ്. അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്ലീനിങ് ലിറ്റർ ഫ്രം ഓൾ ബീച്ചസ് വിത്തിൻ ലോക്കൽ ഏരിയ. ഈ ഒരു ഓർഗനൈസേഷൻ, ഈ ചാരിറ്റി ഓർഗനൈസേഷൻ ആ ഏരിയയിലുള്ള ബീച്ചുകളൊക്കെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അവരുടെ ഒബ്ജക്റ്റീവ്. താഴെ കൊടുത്ത 2 റേഷ്യോസിൽ ഏതാണ് ഇഫക്റ്റീവ്നെസ് എന്നുള്ളത്? ഏതാ? 3 ഇത് വാല്യൂ ഫോർ മണി, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ പെർഫോമൻസ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് മെഷർ ചെയ്യാൻ സാധാരണ നമ്മുടെ ഫിനാൻഷ്യൽ റേഷ്യോസ് കൊണ്ട് പറ്റത്തില്ല. കാരണം ഇവർക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇവരുടെ മിക്കവാറും ഇവരുടെ ഒബ്ജക്റ്റീവ്സ് നോൺ ഫിനാൻഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് ഇവർക്ക് പറ്റുന്ന മെത്തേഡാണ് വാല്യൂ ഫോർ മണി. അത് 3 E's വെച്ചിട്ടാണ്. 3 E's ഏതൊക്കെയായിരുന്നു? 3 E's ഏതൊക്കെയായിരുന്നു? പറഞ്ഞോ. Economy, efficiency, effectiveness. Efficiency, effectiveness. ഈ എക്കണോമി എന്ന് പറയുന്നത് കോസ്റ്റ് റിലേറ്റഡ് ആ. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലെ റിലേഷൻഷിപ്പ്. അതായത് ഇൻപുട്ട് കുറച്ചുകൊണ്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കുക, മാക്സിമം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇഫക്റ്റീവ്നെസ് നമ്മുടെ എന്ത് റിലേറ്റ് ചെയ്തുള്ളതാണ്? ഒബ്ജക്റ്റീവ്. ആ ഓവറോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഏതാ ചോദിച്ചത്? ഇതിൽ ഏത് ഇയാ ചോദിച്ചത്? ഇഫക്റ്റീവ്നെസ് അല്ലേ? സോ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഓവറോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. ആവറേജ് ഹവേഴ്സ് വർക്ക് ടു ക്ലീൻ ബീച്ച്, ഇത് എഫിഷ്യൻസി ആണ്. ഞാൻ ഈ FI എഫിഷ്യൻസി. അതായത് നമുക്ക് സ്റ്റാഫ് വർക്ക് ചെയ്യാനുള്ള ആൾക്കാർ നമ്മുടെ ഇൻപുട്ട് ആണ്. എത്ര അവേഴ്സ് അവർ വർക്ക് ചെയ്തെന്നുള്ളത് ക്ലീൻ ചെയ്തെന്നുള്ള ഔട്ട്പുട്ടാണ്. നമ്പർ ഓഫ് ബീച്ചസ് അവാർഡഡ് ദ ഗവൺമെന്റ് ക്ലീൻ ബീച്ച് സർട്ടിഫിക്കേഷൻ. ക്ലീൻ ബീച്ചിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ക്ലീൻ ബീച്ച് ആക്കുക എന്നുള്ളതല്ലേ ഒബ്ജക്റ്റീവ്. സോ ഓപ്ഷൻ ബി എന്ത് റിലേറ്റഡ് ആണ്? നമ്മുടെ ഇഫക്റ്റീവ്നെസ് ഒബ്ജക്റ്റീവ് റിലേറ്റഡ് ആണ്. അടുത്തത് എമൗണ്ട് സ്പെൻഡ്. ഇത് ഇൻപുട്ട് ആണ്. എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തു? എന്ത് നേടിയെടുക്കാൻ? ക്ലീൻ ബീച്ച്. സോ ക്ലീൻ ബീച്ച് ആണ് ഔട്ട്പുട്ട്. ക്ലീൻ ബീച്ച് ആണ് ഔട്ട്പുട്ട്. ക്ലീൻ ബീച്ചിനെ അച്ചീവ് ചെയ്യാൻ എത്ര ഇൻപുട്ട്, എത്ര എമൗണ്ട് ചെലവഴിച്ചോ ഇൻപുട്ടും ഔട്ട്പുട്ടും കണക്ട് ചെയ്തുകൊണ്ടുള്ള റേഷ്യോ അല്ലേ? കോസ്റ്റ് മാത്രമല്ലല്ലോ, ഇൻപുട്ടും ഔട്ട്പുട്ടും കണക്ട് ചെയ്തുള്ള റേഷ്യോ ആണ്. ഇത്ര പൈസ ഇറക്കി, ഇൻപുട്ട് ആണ് പൈസ, അതിന് ഇത്ര ബീച്ചുകൾ ക്ലീൻ ചെയ്തു. സോ ഇറ്റ് മെഷേഴ്സ് വിച്ച്. ഇത് എഫിഷ്യൻസി അല്ലേ? സിയും എഫിഷ്യൻസിയാണ്. നെക്സ്റ്റ് ആവറേജ് അവേഴ്സ് വർക്ക് ബൈ ഈച്ച് വോളണ്ടിയർ, ഇതും എഫിഷ്യൻസിയാണ്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ഇ ആയിരിക്കും. എമൗണ്ട് ഓഫ് ലിറ്റർ ക്ലിയർഡ് ഈച്ച് ഇയർ മെഷേർഡ് ഇൻ 10. എത്രത്തോളം നമ്മൾ ബീച്ച് ക്ലീൻ ചെയ്തു, നമ്മൾ എത്ര ടൺ കണക്കിന് ബീച്ച് വേസ്റ്റ് അവിടെ നിന്നും റിമൂവ് ചെയ്തു എന്ന് അളക്കുന്നു. സോ ബിയും ഇയും ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഞാൻ വീണ്ടും പറയുന്നു, ഈ വാല്യൂ ഫോർ മണി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാറുണ്ട്. അറ്റംപ്റ്റ് ചെയ്യുക. ഒരുപാട് കുട്ടികൾക്ക് കിട്ടാറുണ്ട്. ബട്ട് കിട്ടുന്നില്ല എന്ന് വെച്ച് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ മെയിൻലി നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്തുള്ള എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ് ആണ്. കാരണം ഇത് എളുപ്പമാണ്. പക്ക കോസ്റ്റ് എമൗണ്ട് മാത്രം റിലേറ്റ് ആണെങ്കിൽ എക്കണോമി ആണെന്ന് മനസ്സിലാവും. കോസ്റ്റും ഔട്ട്പുട്ടും ഉണ്ടെങ്കിൽ, കോസ്റ്റും വേറെ സംഗതി ഉണ്ടെങ്കിൽ അത് എഫിഷ്യൻസി ആണെന്നും ഒബ്ജക്റ്റീവ് റിലേറ്റ് ഉള്ളത് ഇഫക്റ്റീവ്നെസിന്റെ റേഷ്യോ ആണെന്ന് മനസ്സിലാക്കുക. ഇസ് ഇറ്റ് ഓക്കെ? മൂവിങ് ഓൺ. അടുത്ത നമ്മുടെ സ്ഥിരം FRA ക്വസ്റ്റ്യൻ ആണ്. റീഡ് ചെയ്യുമ്പോഴേ പിക്ക് ചെയ്യുക. 25K companies expecting to borrow 25 million for 3 months അല്ല, in 3 months ആ. എന്താ in 3 monthsന്റെ മീനിങ്? for 3 months എന്ന് പറഞ്ഞാൽ 3 മാസം ലോൺ എടുക്കുന്നതാ. in 3 months ടൈം എന്ന് പറഞ്ഞാൽ ടുഡേ പോയിന്റ്, ഫ്രം ടുഡേ പോയിന്റ് 3 months കഴിയുമ്പോഴാണ് നമ്മുടെ ലോൺ എടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര പീരീഡിലോട്ടാണ് ലോൺ എടുക്കുന്നത്? ലോൺ വിൽ ബി ഫോർ 4 months period. So 4 months period. So today point 3 months കഴിഞ്ഞ് today point എത്ര months കഴിഞ്ഞിട്ട് എൻഡ് ആവും? 7 months അല്ലേ? 3 plus 7 months. So നമ്മുടെ relevant FRA ഏതാ എടുക്കേണ്ടത്? 3:7 അല്ലേ? So ഈ second one ആണ് relevant, first one wrong ആണ്. അതിൽ തന്നെ borrower ആയതുകൊണ്ട് higher rate ആണ് എടുക്കേണ്ടത്. Is it okay? Yes. ശരി. സോ ആക്ച്വൽ ഇൻട്രസ്റ്റ് റേറ്റ് 3 മാസം കഴിഞ്ഞപ്പോൾ 5.3 ആയാൽ, സോ മാർക്കറ്റില്
ആക്ച്വൽ ഇൻട്രസ്റ്റ് പെയ്ഡ് 5.3% ആയിരിക്കും. ബട്ട് എങ്ങനെ വന്നാലും ഫൈനൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഏതായിരിക്കണം? ഫൈനൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നമ്മൾ 5 ആയിരിക്കണം. സോ നമ്മൾ മാർക്കറ്റിൽ ആക്ച്വലി അടച്ചത് മോർ ഓർ ലെസ്, മാർക്കറ്റിൽ കൂടുതൽ അടച്ചത് മോർ ആണ്. അതുകൊണ്ട് സെറ്റിൽമെന്റ് പ്രകാരം നമ്മൾ റിസീവ് ആകും എത്ര പെർസെന്റേജ്? 0.3% നെഗറ്റീവ് വരും. ഇത് പേയ്മെന്റ് ആണ്, പേയ്മെന്റുകൾ പോസിറ്റീവും റെസിപ്റ്റ് നെഗറ്റീവും. സോ ഇതിന്റെ ഇക്വലന്റ് എമൗണ്ട് കണ്ടെത്തണം. എമൗണ്ട് ആയിട്ട് വരിക 25 million 123 into 0.3% into ലോണിന്റെ പീരീഡ് ഈ ക്വസ്റ്റിൽ 4/12 4 months. സോ ഇതിന്റെ ആൻസർ വരിക 25,000 ആണ്. 0.3% into 25 million into 4/12 25,000. Next example question. What is the amount payable in dollars using forward market hedge? Forward market hedge use ചെയ്താൽ എത്ര എമൗണ്ട് ആണ് പേയബിൾ ആവുക ഡോളേഴ്സിൽ? സോ നമ്മുടെ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുന്ന ഡോളേഴ്സ് ആണ്. ഈ ഡോളർ ആയിരിക്കും ഇതൊരു ഫോറക്സ് റിസ്ക് ഉള്ള എന്തുകൊണ്ടായിരിക്കും ഫോർവേഡ് യൂസ് ചെയ്യുന്നത്? ഫോറക്സ് റിസ്ക് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോറക്സ് റിസ്ക് ഉള്ള ക്വസ്റ്റ്യനിൽ ഈ ഇൻവോയ്സ് എന്ന് പറയുന്നത് ഏത് കറൻസി ആയിരിക്കും? പറഞ്ഞേ, ഇൻവോയ്സ് ഏത് കറൻസി ഏതായിരിക്കും? ഫോറിൻ കറൻസി. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പൗണ്ട് ആണ് ഫോറിൻ കറൻസി എന്നും ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുന്ന ഡോളർ ആണ് ഹോം കറൻസി എന്നും ഐഡന്റിഫൈ ചെയ്യണം. കാരണം ക്വസ്റ്റ്യൻ വേറെ ഇതില്ല, പറഞ്ഞിട്ടില്ല. ഷാഡോ ഓർഡേഴ്സ് ഗുഡ്സ് ഫ്രം എ ഫോറിൻ സപ്ലയർ. എ പേയ്മെന്റ് ഓഫ് 4 is due to supplier in 4 months time. 4 മാസം കഴിഞ്ഞ് ഒരു പേയ്മെന്റ് അടയ്ക്കാനുണ്ട്. ഇതിന്റെ മുകളിൽ നമ്മളൊരു ഫോർവേഡ് റേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചു എപ്പോഴേ നമുക്ക് റിസ്ക് ഉള്ളൂ, ഫോറക്സ് റിസ്ക് ഉള്ളൂ. ഇൻവോയ്സ് ചെയ്യുന്നത് ഏത് കറൻസിയിലാണ് ആവുമ്പോഴാണ്? ഹോം കറൻസിയിലാണോ ഫോറിൻ കറൻസിയിലാവുമ്പോഴാണോ? ഫോറിൻ കറൻസി. സോ പൗണ്ട് ആണ് ഫോറിൻ കറൻസി എന്നും ഡോളർ ആണ് ഹോം എന്നും ഫൈനലി നമ്മുടെ കറൻസിയുടെ എമൗണ്ട് എത്രയെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണം. സോ 4 മാസം കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ തന്നുള്ളത് റേറ്റ് എങ്ങനെയാ തന്നത്? പൗണ്ട് പെർ ഡോളർ ആണ്. പൗണ്ട് ഫോറിൻ ബൈ ഹോം ആണ് തന്നിട്ടുള്ളത്. പറഞ്ഞേ, നിങ്ങൾ തന്നെ പറഞ്ഞേ. ഫോറിൻ ബൈ ഹോം ആണെങ്കിൽ ഞാൻ എങ്ങനെയാണെന്നുള്ള പഠിപ്പിച്ചത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞോ. ഫോറിൻ ബൈ ഹോം ആണെങ്കിൽ റേറ്റ് ആയിരിക്കും. റെസിപ്റ്റ് ക്വസ്റ്റ്യന് പേയ്മെന്റ് ക്വസ്റ്റ്യൻ ഫോറിൻ ബൈ ഹോം ആണ്. ഈ 0.775 ആണ് റെലവെന്റ് റേറ്റ് വരിക. സോ 400,000 ഡിവൈഡഡ് ബൈ 0.75. വൈ ഡിവൈഡഡ് ബൈ? നമ്മൾ ഡോളർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡോളർ എവിടെ കിടക്കുന്നത്? ഡിനോമിനേറ്റർ കറൻസി ആണ്. ഡിനോമിനേറ്റർ കറൻസി കണ്ടുപിടിക്കുന്നത് ഡിവൈഡ് ചെയ്യണം. ഇതൊക്കെ പക്ക പെർഫെക്റ്റ്ലി നമ്മൾ പഠിച്ചതാണ്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കൂടുതൽ സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊക്കെ നമ്മൾ ഷുവർ ആയിട്ട് അറ്റൻഡ് ചെയ്യൂല്ലോ? പറഞ്ഞേ എന്റെ സ്റ്റുഡൻസ്, പറഞ്ഞേ നമ്മൾ ഷുവർ ആയിട്ട്. കാരണം അത്രയും നമ്മൾ നല്ല ഇതിൽ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഗുഡ്, ഹാപ്പി ടു ഹിയർ ദാറ്റ്. സോ 516129 ആണ് നമ്മൾ കിട്ടുന്ന ആൻസർ. അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നേരത്തെ ചെയ്ത പോലെ സെക്ഷൻ ബിയിൽ 10 മാർക്ക് ഉണ്ട്. ഓരോ മാർക്കിനും 1.8 മിനിറ്റ് ഉണ്ട്. സോ എക്സാമിന് ശരിക്കും 18 മിനിറ്റ്സ് ഉണ്ടെങ്കിലും നമ്മുടെ ടൈം അവൈലബിലിറ്റി പ്രകാരം നിങ്ങൾക്ക് 10 മിനിറ്റ്സ് തരാം. 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു 3 എണ്ണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. 5 ചെയ്താൽ ബെറ്റർ, ബട്ട് 3 എണ്ണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ സമയം 8:57, 9:07 നമ്മൾ ഇതിന്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യും. വേഗം ക്വിക്ലി ആൻഡ് റീഡ് വിത്ത് യുവർ പെൻ. ഓടിച്ചു വായിക്കരുത്. വായിക്കുമ്പോൾ എഫ് കമ്പനിയാണ് അവരുടെ ഇപ്പൊ തന്നെ വായിക്കുക. എഫ് കമ്പനിയാണ് അവരുടെ KE തന്നിട്ടുണ്ട് 10%. ഡിവിഡൻഡിന്റെ ഗ്രോത്ത് തന്നിട്ടുണ്ട് 5%. അവരുടെ PE റേഷ്യോ തന്നിട്ടുണ്ട് 11. നോമിനൽ വാല്യൂ 0.5, പാർ വാല്യൂ ഇങ്ങനെ വേണ്ട ഡീറ്റെയിൽസ് ഈ പാരഗ്രാഫ് പിന്നെ വായിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. റീഡ് വിത്ത് യുവർ പെൻ. ഗുഡ് ലക്ക്. വേഗം ചെയ്തേ. ഐ വെയിറ്റ്. 10 മിനിറ്റ്സ് ആയി. സോ 10 മിനിറ്റ്സിൽ തന്നെ തീർക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചാൽ അല്ലേ? ഇതിൽ കുറെ പേര് കമന്റ് ഡൺ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റി? പറഞ്ഞു എത്ര ക്വസ്റ്റ്യൻ 10 മിനിറ്റ്സിൽ? 5 ചെയ്യാൻ പറ്റി. ദാറ്റ്സ് സൂപ്പർ. ബട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ശരി, അപ്പൊ വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ എഴുതി വായിച്ചു. PBIT, ഫിനാൻസ് കോസ്റ്റ് ഇതൊന്നും എഴുതി വെക്കണം എന്നല്ല കേട്ടോ. ഇത് ജസ്റ്റ് റീഡ് ചെയ്യുക എന്തൊക്കെയുണ്ടെന്ന്. കുട്ടികൾ എന്ത് ചെയ്യണം? ഈ നോർമലി ഒരുപാട് പേര് ചെയ്യുന്ന തെറ്റാണ്. ഇത് വായിച്ചു, ഇതിൽ എന്തൊക്കെ ഡാറ്റ ഉണ്ടെന്ന് നോക്കുകയില്ല, അകത്ത് എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് ഒരു ഇതാണ് റീഡ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാവും. PBIT, PBT, ടാക്സ്, പ്രോഫിറ്റ് ഫോർ ദ ഇയർ, ഇതാണ് ഏർണിങ്സ്. ഇതിന് ഓർഡിനറി ഡിവിഡൻഡ് കൊടുത്തു, ഇത്ര റീറ്റെയിൻ ചെയ്തു. ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, റിസർവ്സ് ഉണ്ട്, നോൺ കറന്റ് ലയബിലിറ്റി, ലോങ് ടേം ബോറോയിങ്സ് ഉണ്ട്, കറന്റ് ലയബിലിറ്റി ഉണ്ട്, ടോട്ടൽ ലയബിലിറ്റി ഉണ്ട്. ലോങ് ടേം ബോറോയിങ്സിൽ ഒരു ലോൺ നോട്ട് ഉണ്ട്. 8% ആണ് കൂപ്പൺ.
കൂപ്പൺ 8%, 5 yearsൽ റെഡീം ചെയ്യും. സോ റെഡീമബിൾ ആണ്. റെഡീമബിൾ ആണെങ്കിൽ IRRന്റെ കൺസെപ്റ്റിലേക്കല്ലേ ചെയ്യാറ്. 4%, 104 ആണ് കൊടുക്കേണ്ടത് 5 year കഴിഞ്ഞിട്ട്. നോമിനൽ വാല്യൂന്റെ മുകളിൽ അതിന്റെ KD തന്നിട്ടുണ്ട്. ബിഫോർ ടാക്സ് KD 7 ആ. സോ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയും പിന്നെ ഏതാടാ KD തന്നിട്ടുണ്ടെങ്കിൽ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ്, ലോണിന്റെ വാല്യൂ കണ്ടുപിടിക്കാനും ക്വസ്റ്റ്യൻ. PE റേഷ്യോ ഉപയോഗിച്ചിട്ട് എത്രയാണ് വാല്യുവേഷൻ? PE റേഷ്യോ ഉപയോഗിച്ച് വാല്യുവേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മൾ നേരത്തെ പിക്ക് ചെയ്ത് വെച്ച PE റേഷ്യോ ഉണ്ട്, മൾട്ടിപ്ലൈ ബൈ ഏർണിംഗ്സ് ഉണ്ട്, ഏർണിംഗ്സ്. സോ 11 into 198, 11 into 198, 2178 ആണ് ആൻസർ. അടുത്തത് ഡിവിഡൻഡ് വാല്യുവേഷൻ മോഡൽ. ഡിവിഡൻഡ് വാല്യുവേഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിവിഡൻഡ് തന്നിട്ടുണ്ട് 110 ഡിവിഡൻഡ്, KEയും ഗ്രോത്ത് ഒക്കെ നമുക്കറിയാം. സോ 110 ഡിവിഡൻഡ് ഇൻറ്റു 1 plus G 5%, so 1.05 divided by KE minus G. ഇവിടെ എന്തായിരുന്നു ഫോർമുല? D0 into 1 plus G divided by KE minus G ആണ്. സോ KE തന്നിട്ടുണ്ട് 10%, 0.1 minus 0.05. ഇതാണ് ആൻസർ വരേണ്ടത്. ഇത് സോൾവ് ചെയ്താൽ ഡിവിഡൻഡ് ഇൻറ്റു 1 plus G divided by KE minus G 2310. നെക്സ്റ്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് ലോൺ നോട്ട്. ലോൺ നോട്ടിന്റെ മാർക്കറ്റ് വാല്യൂ, ഡെപ്റ്റ് വാല്യുവേഷൻ എത്ര മെത്തേഡ് ഉണ്ട് സിലബസിൽ നമ്മൾ പഠിക്കാൻ? പറഞ്ഞേ, ഡെപ്റ്റ് വാല്യുവേഷൻ എത്ര മെത്തേഡ് ഉണ്ട് സിലബസിൽ പഠിക്കാൻ? ക്യാഷ് ഫ്ലോ ബേസ്ഡ് ഉണ്ട്, ഏർണിംഗ്സ് ബേസ്ഡ് ആണ്, ഡിഫറെന്റ് മെത്തേഡ് ഉണ്ടെങ്കിലും ഡെപ്റ്റും പ്രിഫറൻസിനും വാല്യുവേഷൻ എത്ര മെത്തേഡ് ഉണ്ട് നമുക്ക്? വൺ മെത്തേഡ്. എന്തിനെ അടിസ്ഥാനമാക്കിയിട്ട്? ക്യാഷ് ഫ്ലോ ബേസ്ഡ്. അതിൽ തന്നെ റെഡീമബിൾ ആണോ ഇറഡീമബിൾ ആണോ എന്നുള്ളതാണ് വ്യത്യാസം. അതായത് 2 മെത്തേഡ്സ് അല്ല. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ KD ഉണ്ട്, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഇതിനെ KD കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്താൽ കിട്ടുന്ന പ്രസന്റ് വാല്യൂ ആണ് ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ്. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ കൂപ്പൺ ഉണ്ടാവും പ്ലസ് റിഡംഷൻ വാല്യൂ ഉണ്ടാവും. R എന്ന് പറയുന്നത് KD ആണ്. അപ്പൊ ഇത് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ കൂപ്പൺ ആണ്. കൂപ്പൺ നമ്മൾ പിക്ക് ചെയ്തായിരുന്നു, 8 ആണ് കൂപ്പൺ. അടുത്ത എത്ര വർഷത്തോട്ട്? 5 വർഷത്തോട്ട്. KD എത്രയാണ് നമ്മൾ പിക്ക് ചെയ്ത്? 7%. KD 7%. സോ 7%ലോട്ട് 5 ഇയറിന്റെ ആനുറ്റി ഫാക്ടർ 7, കൂപ്പൺ 8 ആണ്, അതിനെ മൾട്ടിപ്ലൈ ബൈ ആനുറ്റി ഫാക്ടർ 4.1 ആണ്. ടേബിളിൽ നിന്ന് കിട്ടും 7%ന് 5 ഇയേഴ്സ്. KD 7 ആണ്. ഈ KDയുടെ റേറ്റിലാണ് ആനുറ്റി ഫാക്ടറും ഡിസ്കൗണ്ട് ഫാക്ടർ എടുക്കേണ്ടത്. സോ T1 to T5 8ഉം ലാസ്റ്റ് ഇയറിൽ 104ഉം കിട്ടും. 104 ഒരു സിംഗിൾ ക്യാഷ് ഫ്ലോ ആയതുകൊണ്ട് അതിന് ആനുറ്റി ഫാക്ടർ അല്ല, ഏത് ഫാക്ടർ ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? പറഞ്ഞേ, ഏത് ഫാക്ടർ ആണ്? ഡിസ്കൗണ്ടിങ് ഫാക്ടർ. സോ 50 ഇയറിന്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആണ് 713. അങ്ങനെ 106.95 ഒരു ബോണ്ടിന്റെ വാല്യൂ കിട്ടി. നമ്മളോട് ചോദിച്ചത് ഒരു ബോണ്ടിന്റെ വാല്യൂ അല്ല. ക്വസ്റ്റ്യൻ എന്താ? മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ലോൺ നോട്ട്സ് ആണ്. ഇവിടെ ഓപ്ഷനിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരെണ്ണത്തിന്റെ അല്ല, ടോട്ടലാ. സോ ടോട്ടൽ കണ്ടുപിടിക്കണം. ആദ്യം നമ്പർ ഓഫ് ബോൺസ് കണ്ടുപിടിക്കണം. എന്നോട് പറ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നമ്പർ ഓഫ് ബോൺസ് കണ്ടുപിടിക്കുക? ഇപ്പൊ ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ ഈ ക്യാപിറ്റൽ വാല്യൂ, ബോണ്ട് ആണെങ്കിൽ ഈ ബോണ്ടിന്റെ വാല്യൂ, ഇതിനൊക്കെ ഈ ക്യാപിറ്റൽ വാല്യൂവിനെ അവരവരുടെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? എക്സലന്റ്. അവരവരുടെ പാർ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് ഷെയർസ് കിട്ടും, ഐ മീൻ നമ്പർ ഓഫ് ആ ഇൻസ്ട്രുമെന്റ് കിട്ടും. സോ 300 divided by 100 ആണ് എപ്പോഴും പാർ വാല്യൂ. മൾട്ടിപ്ലൈ ബൈ നമ്മൾ ഇപ്പം കിട്ടിയ ഇത്രയും ചെയ്ത നമ്പർ ഓഫ് ഷെയർസ്, നമ്പർ ഓഫ് ബോൺസ് ഇഷ്യൂഡ് കിട്ടി. സോ 300 divided by 100 ചെയ്താൽ നമ്പർ ഓഫ് ബോൺസ് ഇഷ്യൂഡ് മനസ്സിലായി. 3 into 106.95. സോ 303 എത്രയാണ് വരുന്നത്? 320.9. 320.9 ആണ് ആൻസർ വരുന്നത്. ഇസ് ഓക്കെ? പറഞ്ഞേ. അഞ്ചെണ്ണത്തിൽ 3 കിട്ടിയില്ലേ? എന്തായാലും നമ്മൾ സ്ഥിരം ചെയ്യുന്ന അടുത്ത കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടാവും, അത് ആക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ക്യാപിറ്റൽ മാർക്കറ്റ് എഫിഷ്യൻസി ആണ്. അത് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഏതാണെന്ന് പറഞ്ഞു? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ക്യാപിറ്റൽ മാർക്കറ്റ്? ഷെയർ പ്രൈസ് ടേക്ക് സെവറൽ ഡേയ്സ് ടു റെസ്പോണ്ട് ന്യൂ ഇൻഫർമേഷൻ ഇഫ് എ വീക്ക് ഫോം. എടാ, വീക്ക് ഫോമിൽ പാസ്റ്റ് ഇൻഫർമേഷൻ ആണ് ഉണ്ടാവുക. പാസ്റ്റ് ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഒരു ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്ത് വിത്തിൻ ഫ്യൂ മിനിറ്റ്സിൽ റിഫ്ലക്ട് ചെയ്യും. അതേതാണ്? അനൗൺസ് ചെയ്ത് വിത്തിൻ അതേതാ? നിങ്ങൾ വീക്ക് ഫോമിൽ ഇത്ര മിനിറ്റ് കൊണ്ട്, ഇത്ര ദിവസം കൊണ്ട്, ഇങ്ങനെയൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ.
എത്ര സമയം കൊണ്ട് ഇതിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന് ഇവിടെ പറയുന്നില്ല. സെവറൽ ഡേയ്സ് ആണോ, 1 day ആണോ, ഹാഫ് ഡേ ആണോ, 1 hour ആണോ, വിത്തിൻ സെക്കൻഡ്സ് ആണോ, ഇതൊന്നും ഇവിടെ പറയുന്നില്ല. വീക്ക് ഫോമിൽ പറയുന്നില്ല. എത്ര ഡേയ്സ് എന്ന് എത്ര സമയം എന്ന് പറയുന്നില്ല. പാസ്റ്റ് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ ആ കുറച്ചെത്ര എന്ന് അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. പല കുട്ടികൾ ഇത് റൈറ്റ് ആയിട്ട് എടുക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെയാണ് അത് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഇവർ പറഞ്ഞത് ഇറ്റ് ഈസ് കറക്റ്റ് ടു സീ ദാറ്റ് വീക്കില് അല്ല ഇവിടെ പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ് ടു സ്റ്റേറ്റ് ദാറ്റ് ഷെയർ പ്രൈസ് ടേക്ക് സെവറൽ ഡേയ്സ് ടു റെസ്പോണ്ട് ടു ന്യൂ ഇൻഫർമേഷൻ സിൻസ് വീക്ക് ഫോം ഡസ് നോട്ട് സേ എനിത്തിങ് അബൌട്ട് ദ സ്പീഡ് ഓഫ് റെസ്പോൺസ്. എത്ര സ്പീഡിൽ റെസ്പോണ്ട് ചെയ്യുന്നു പറയുന്നില്ല. അത് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നു പറയുന്നത് ഒരേ ഒരാൾ മാത്രമാണ്, സെമി സ്ട്രോങ്ങിൽ മാത്രമാണ്. സോ 1 വരാൻ പാടില്ല. സോ ഓപ്ഷൻ എയോ ഇല്ല, സിയോ ഇല്ല. ഇനി വീക്ക് ഫോമില് ടെക്നിക്കൽ അനാലിസിസ് cannot produce abnormal gains. എടാ വീക്ക് ഫോമിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്താ അവിടെ റാൻഡം വാക്ക് തിയറി ആണ് വരിക. എന്താ റാൻഡം വാക്ക് തിയറി? ഇന്ന് കൂടിയെന്ന് കരുതി വീണ്ടും കൂടണമെന്നില്ല. ചിലപ്പോൾ അത് കുറയാം, അല്ലെങ്കിൽ കുറയാം. ഏത് ഇൻഫർമേഷൻ ആണോ അതിനനുസരിച്ചിട്ട്. സോ അവിടെ എന്ത് നടത്താൻ പറ്റില്ല? ചാർട്ടിസം അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് അബ്നോർമൽ ഗെയിൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് റൈറ്റ് അല്ലേ? ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ച് ചാർട്ടിസം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അബ്നോർമൽ ഗെയിൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന് മുകളിലുള്ളത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. But accept it. Already we earned sufficient marks from this question. Okay. അടുത്തത് നോയ്സ് ട്രേഡർ. എടാ ഈ ടേം സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ്. നോയ്സ് ട്രേഡർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അനാലിസിസ് ഉപയോഗിച്ചിട്ടോ ഒന്നും ചെയ്യാതെ ഒരു അറിവും ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ നോയ്സ് ട്രേഡേഴ്സ് എന്ന് പറയുക. ഞാൻ ജസ്റ്റ് ഇവരെ സ്റ്റോക്ക് മാർക്കറ്റിൽ നോയ്സ് ട്രേഡർ ആരാന്ന്. A noise trader is a general term used to describe the traders or investors who makes decision regarding buy or sell shares in securities market without the support of professional advice or advanced or technical analysis. ഒരു അഡ്വൈസും എടുക്കാതെ ഒരു അനാലിസിസും ചെയ്യാതെ ചുമ്മാ കയറി ട്രേഡ് നടത്തുന്ന ബയോ സെല്ലോ ചെയ്യുന്ന പഠിക്കാത്ത സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാത്ത ആൾക്കാരെയാണ് നോയ്സ് ട്രേഡേഴ്സ് എന്ന് പറയുക. സോ അവരെന്തായിരിക്കും? ജനറലി ഓവർ റിയാക്ട് ചെയ്യും. ഗുഡ് ന്യൂസ് വന്നാൽ അത് സൂപ്പർ ആണ് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കും. കാരണം അവർക്ക് അതിൽ എത്രത്തോളം ഇത് ഗുഡ് ന്യൂസിന്റെ വോളിയം ഉണ്ടെന്ന് അവർക്ക് അറിയില്ല. ബാഡ് ന്യൂസ് ആണെങ്കിൽ അതിനോട് ഓവർ റിയാക്ട് ചെയ്യും. സോ 1 കറക്റ്റ് ആണ്. 2 they make decision based on fundamental data. No, അവരെന്ത് ചെയ്യുന്നില്ല? ഏതെങ്കിലും ഈ കീ ടേം ഇത് നമ്മുടെ സിലബസിൽ ഭയങ്കരമായിട്ട് എടുത്ത് പറയുന്നില്ല. നോയ്സ് ട്രേഡർ എന്നുള്ളത് നമുക്ക് FM ഒരു 5% മാർക്സ് എക്സാമിനർ പറയുന്നുണ്ട്. അത് എപ്പോഴും ചോദിക്കുന്നല്ല, ബട്ട് റയർ ആയിട്ട് കടന്നു വരാറുണ്ട്. 5% മാർക്ക് ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ എക്കണോമിയിൽ വൈഡർ റീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന മാർക്സ് ആണ്. ആൻഡ് ഇത് നമ്മുടെ ഏതില് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു, നിങ്ങൾ എക്സ്ട്രാ റീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യണം? നമ്മുടെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം അല്ല, സ്റ്റഡി ഹബ് യൂസ് ചെയ്യുന്നു. സ്റ്റഡി ഹബിൽ നോയ്സ് ട്രേഡറിനെ പറ്റി ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ 2 തവണ നോയ്സ് ട്രേഡറിന്റെ ടേം വെച്ചിട്ട് ചോദിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങൾക്ക് നോയ്സ് ട്രേഡർ എന്ന ടേം പറഞ്ഞിരുന്നത്. നാളെ ഇതായിരിക്കണം എന്നില്ല, വേറെ ഏതെങ്കിലും ആയിരിക്കും ചോദിക്കുക ടേം. അങ്ങനെ കൂടുതൽ റീഡ് ചെയ്യുന്ന ഒരാൾക്ക് വെച്ചിട്ടുള്ള ഒരു 5% മാർക്കാണ് ഇത്. അതും ആക്സെപ്റ്റ് ചെയ്യുക. എന്താണെന്നൊരു ചെറിയ ഐഡിയ കിട്ടിയില്ലേ? നോയ്സ് ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും ഫണ്ടമെന്റൽ അനാലിസിസോ ടെക്നിക്കൽ അനാലിസിസോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലുടെ അഡ്വൈസോ ഒന്നും എടുക്കാതെ ചാടിക്കേറി ബയോ സെല്ലോ ചെയ്യുന്ന ആൾക്കാരെയാണ് നോയ്സ് ട്രേഡേഴ്സ് എന്ന് വിളിക്കുക. അവർ ഭയങ്കര ഒരു ന്യൂസിനോട് ഓവർ റിയാക്ട് ചെയ്യും. അവർ ഒരു അനാലിസിസും ചെയ്യുന്നില്ല. സോ 2 is wrong, 1 is right. So 1 only will be the answer. Okay. സോ അടുത്ത ഇതിലോട്ട് പോവാം. നമുക്ക് ഇത് തീർത്തില്ലേ? നെക്സ്റ്റ് നെക്സ്റ്റ് ഇതിന്റെ തൊട്ട് പിറകിലുള്ളത് March-June 2023 റിപ്പോർട്ടാണ്. March 2023 റിപ്പോർട്ട്. നേരത്തെ ചെയ്തതുപോലെ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ഞാൻ പെട്ടെന്ന് ചെയ്യാം. എടാ ഈ ക്വസ്റ്റ്യൻ വരുമ്പോ ഞാൻ പറയാം, ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ഇവർ ഓവർ ഡ്രാഫ്റ്റ് എടുത്തത് 7% ആണ്. സോ ഇതാണ് ഇവരുടെ കോസ്റ്റ്. വർക്കിംഗ് ക്യാപിറ്റലിന് വരുന്ന കോസ്റ്റ് ഇതാണ്. ഒരു മേജർ സപ്ലയർ പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ 0.5% ഡിസ്കൗണ്ട് തരാം. സോ ദിസ് എ ബെനിഫിറ്റ്. ഇത് നമ്മുടെ ബെനിഫിറ്റാ. പക്ഷെ നിങ്ങൾ 10 ദിവസത്തിനുള്ളിൽ തരണം. സാധാരണ 30 ദിവസത്തിനുള്ളിൽ തരുന്ന എമൗണ്ട്.
ഓക്കെ, സോ എത്ര ഡേയ്സ് നേരത്തെ തന്നാലാണ് ഈ 0.5% ഡിസ്കൗണ്ട് കിട്ടുക? 0.5% ഡിസ്കൗണ്ട് കിട്ടുക. 20 days. 20 days. ഓക്കെ, സോ ഈ 20 days. 0.5% 20 ഡേയ്സിന്റെ. ഇതിനെ നമ്മൾ ആനുവലൈസ് ചെയ്യണം. രണ്ട് രീതിയിൽ ആനുവലൈസ് ചെയ്യാം. ഒന്ന് കോമ്പൗണ്ടഡ് ആനുവലൈസ് ഉണ്ട്, മറ്റൊന്ന് സിമ്പിൾ ഉണ്ട്. കോമ്പൗണ്ടഡിന്റെ ഫോർമുലയാണ് 1 + ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ 100 - ഡിസ്കൗണ്ട് പവർ ഓഫ് പവർ ഓഫ് പീരീഡ്. പീരീഡ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ ആ ഏർലിയർ പീരീഡ് 20 days ആണ്. ഇനി സിമ്പിൾ ആണെങ്കിൽ സാധാരണ രീതിയിൽ ജസ്റ്റ് ആനുവലൈസ് ചെയ്താൽ മതി. എടാ ഒരു 8% ആനുവൽ ആണെന്ന് വിചാരിക്കുന്നു. ഇതിനെ എങ്ങനെയാണ് നമ്മൾ 3 monthsലോട്ട് മാറ്റുക? 8%നെ പെർ ആനുവൽ എങ്ങനെ 3 monthsലോട്ട് മാറ്റുക? 8 × 3/12. അപ്പൊ എത്ര ആൻസർ കിട്ടും? 2% കിട്ടില്ലേ? അല്ലേ? ശരി, ഈ 2%നെ ഇത് 3 months ആണ്. ഇതിനെ ആനുവലൈസ് ചെയ്യുക. ഈ ഫ്രാക്ഷൻ ആരെ തിരിച്ചിട്ടാ പോരെ? ആണല്ലോ. 12/3. അത് ക്ലിയർ അല്ലേ? സോ ഇവിടെ പ്രത്യേകിച്ച് ഇഫക്റ്റീവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇഫക്റ്റീവ്ലി വരുന്ന ആനുവലൈസ്ഡ് കോസ്റ്റ് എത്ര, ഇഫക്റ്റീവ് ആനുവലൈസ്ഡ് റേറ്റ് എത്ര എന്നൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കോമ്പൗണ്ടിന്റെ ഫോർമുല യൂസ് ചെയ്യേണ്ടത്. കോമ്പൗണ്ടിന്റെ കോമ്പൗണ്ടിങ് 1 + ഡിസ്കൗണ്ട്. അല്ലാത്ത കേസിൽ നോർമൽ ആനുവലൈസ് ചെയ്താൽ മതി. ഈ 0.5% എത്ര ഡേയ്സിന്റെ ആടാ? ഈ 0.5% എത്ര ഡേയ്സിന്റെയാണ്? 30 ദിവസം കൊണ്ട് തരേണ്ടത് 10 ദിവസം കൊണ്ട് തന്നാൽ 20 ദിവസം നേരത്തെ കൊടുക്കുന്നതിനല്ലേ ആ 0.5%. സിമ്പിൾ ടേംസ് ചെയ്യുമ്പോൾ 0.5%നെ ദിസ് ഇസ് ഈക്വൽ ടു എത്ര ഡേയ്സ് ഏർലിയർ തരുന്നതിന്? 20 ഡേയ്സിനെ. ഇതിനെ ആനുവലൈസ് ചെയ്യണമെങ്കിൽ 0.5% ഇൻറ്റു 365/20 അല്ലേ ചെയ്യുക? 20 ഡേയ്സിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ 20/365 ആണ്. ഈ റേറ്റിൽ നിന്നും ആനുവലൈസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയല്ലേ ചെയ്യുക? ഇസ് ഇറ്റ് ഓക്കെ? സോ എന്തുകൊണ്ട് ഇതല്ല ആനുവൽ ഇഫക്റ്റീവ് ആനലൈസ്ഡ് അല്ല ചോദിച്ചത്? ഇനി നിങ്ങൾ ഇത് ചെയ്തു നോക്കി, ഇത് ചെയ്താൽ ഇതിന്റെ ആൻസർ ഓപ്ഷനിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഇഫക്റ്റീവ് അല്ല, നോർമൽ ആണ്. സോ നോർമൽ റേറ്റ് പ്രകാരം ആനുവൽ ആർ ഓഫ് ബെനിഫിറ്റ്, ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുകയാണോ ഡിസ്കൗണ്ട് എടുക്കുകയാണോ? ഈ കേസിൽ നോക്ക്, ഈ കേസിൽ നമുക്ക് എന്താ ഡിസ്കൗണ്ട് എടുക്കുകയാണ്. സോ ദിസ് എ ബെനിഫിറ്റ് ഫോർ അസ്. സോ ഇതിന്റെ ആനുവൽ റേറ്റ് 0.5% ഇൻറ്റു 360 ആണോ 365 ആണോ? 365/20. ഇതിപ്പോ ഏത് റേറ്റ് ആയി? 9.12 എന്ന് പറയുന്നത് 20 ഡേയ്സിന്റെ ആണോ 1 ഇയറിന്റെ ആണോ? പറഞ്ഞേ. സോ ഇത് നമ്മൾ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ വി ഹാവ് ടു പേ ലേറ്റ് ആണോ വി ഹാവ് ടു പേ ഏർലി ആണോ? വി ഹാവ് ടു പേ ലേറ്റ് ആയിട്ടാണോ വി ഹാവ് ടു പേ ഏർലി ആണോ? ഏർലി പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ടേക്ക് വോട്ട്? ഫൈനാൻസ് എടുക്കണ്ടേ? സോ ഫിനാൻസ് എടുത്താൽ എത്ര കോസ്റ്റ് വരും? ഫിനാൻസ് എടുത്താൽ ഓവർഡ്രാഫ്റ്റ് കോസ്റ്റ് എത്ര? ഓവർഡ്രാഫ്റ്റ് കോസ്റ്റ് 7% അല്ലേ? 7%. സോ ഇത് ചെയ്യുന്നത് നല്ലതാണോ ഇല്ലയോ? 7% ഓവർഡ്രാഫ്റ്റ് കോസ്റ്റ്. ഇത് പെർ ആനം ആണ്. എടാ ഇത് പെർ ആനം ആണ്. ഇത് ഇപ്പൊ കമ്പയറബിൾ ആണോ ഇല്ലയോ? ഇത് ഈ 9.1 പെർ ആനത്തിലോട്ട് മാറ്റിയില്ലേ? 1 ഇയറിലോട്ട് മാറ്റിയില്ലേ? ഇത് രണ്ടും കമ്പയറബിൾ അല്ലേ? ഇപ്പോൾ കമ്പയറബിൾ ആക്കാൻ വേണ്ടി പെർ ആനത്തിലോട്ട് മാറ്റിയത്. പറഞ്ഞേ, നമ്മൾ 9.13 ഡിസ്കൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ പൈസ അടയ്ക്കണം. നേരത്തെ പൈസ അടയ്ക്കണമെങ്കിൽ ഫണ്ട് എടുക്കണം. ഫണ്ട് എടുത്താൽ എനിക്ക് കോസ്റ്റ് 7 വരുള്ളൂ. ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ? എത്ര പെർസെന്റേജ് വേണേ ബെനിഫിറ്റ് എന്ന് പറയാം? ഈ പെർസെന്റേജ് ചോദിച്ചില്ല, ഇത്രയുണ്ട് 2.13. നമ്മൾ പറയുന്നു പേ 10 days കൊണ്ട് അടയ്ക്കണം. എന്തായാലും പേ 30 days അല്ല, 10 ദിവസം തന്നെ അടയ്ക്കാം. പേ 10 days ബിക്കോസ് 9.1% പെർ ഇയർ ബെനിഫിറ്റ് ആണ്. ഇത് എക്സീഡ് ചെയ്യുന്നുണ്ട് കോസ്റ്റ് ഓഫ് ദി ഓവർ ഡ്രാഫ്റ്റിനായിട്ട്. ഇതല്ലേ റൈറ്റ്? ഓപ്ഷൻ എ അല്ലേ? മറ്റേന്ന് പറഞ്ഞ് പേ 10 days ബിക്കോസ് 6.1% പെർ ഇയർ ഡിസ്കൗണ്ട് ഇസ് ചീപ്പർ ദാൻ ഓവർ ഡ്രാഫ്റ്റ്. അല്ല, 6.1% എന്നുള്ള സാധനം നമ്മൾ എടുത്തില്ല. സോ ഓപ്ഷൻ എ അല്ലേ റൈറ്റ്? ഇനി ഇതെങ്ങനെ ആനുവലൈസ്ഡ് റേറ്റ് ആയിരുന്നെങ്കിൽ, ഇഫക്റ്റീവ് ആനുവലൈസ്ഡ് ആണ് ചെയ്യുന്നെങ്കിൽ, മറ്റേതാണ് ചെയ്യുന്നെങ്കിൽ 1 പ്ലസ് മറ്റൊരു ബ്രാക്കറ്റില് എന്താ ഫോർമുല പറഞ്ഞേ? ഇഫക്റ്റീവ് ആനുവലൈസ് ചോദിച്ചെങ്കിൽ 1 പ്ലസ് ഡിവൈഡഡ് ബൈ 99.5 ബ്രാക്കറ്റില് 365 ഡിവൈഡഡ് ബൈ എത്രയാ? 20. ഓൾ -1 ചെയ്യണം. ഓൾ -1.
സോ അത് 9.5 ആയിരുന്നത്, 9.5 9.6 വരും. ഇങ്ങനെ ഒരു റേറ്റ് നമുക്ക് ഇവിടെ ഇല്ല. നോക്ക് 9.1 9.1 6.1. സോ ദാറ്റ് മീൻസ് ഇഫ് അത് നമുക്ക് ഇഫക്റ്റീവ് ആനുവൽ യൂസ് ചെയ്യാതെ തന്നെ മനസ്സിലാവും. ബട്ട് ഇത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആൻസറിൽ നിങ്ങൾ അപ്പോഴേ മനസ്സിലാവും ഇഫക്റ്റീവ് അല്ല, നോർമൽ ആണ്. നോർമൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ പെർസെന്റേജിനെ ആനുവലൈസ് ചെയ്താൽ മതി. എങ്ങനെയാടാ എടാ ഈ 9.13 എങ്ങനെയാണ് 20 ഡേയ്സിന് കണ്ടുപിടിക്കുക? ഇത് 365 ആണ്. ഇതിനെങ്ങനെയാ 20 ഡേയ്സിന് കണ്ടുപിടിക്കുക? ഇൻഡു എന്ത് ചെയ്യും? 20/365. നമുക്ക് തന്നത് നമുക്ക് ഈ 0.5% 20 ഡേയ്സിനെയാണ് തന്നത്. ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ ആനുവലൈസ് ചെയ്യും? എന്ത് ചെയ്താൽ മതി? ഇതിനെ എന്ത് ചെയ്താൽ മതി? 365 divided by 20. മനസ്സിലായില്ല എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? Good. So continue to next question. Which two of the following hedging technique can be used by a investor, depositor ആണ്, protect against fall in interest? ഒരു ഇൻവെസ്റ്റർ ആണ്, ഡെപ്പോസിറ്റർ ആണ്. ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതാണ് അയാൾക്ക് റിസ്ക് ഹെഡ്ജ് ചെയ്യേണ്ടത്. സോ ഇത് ഏത് ചാപ്റ്റർ ആണ്? ഫോറസ്റ്റ് റിസ്ക് ആണോ ഇൻട്രസ്റ്റ് റിസ്ക് ആണോ? സോ ഓപ്ഷൻ എ യൂസ് ചെയ്യാൻ പറ്റില്ല. മണി മാർക്കറ്റ് ഹെഡ്ജ് എന്തിനു യൂസ് ചെയ്യുന്ന ഒരാളാ? മണി മാർക്കറ്റ് എന്തിനു മാത്രം യൂസ് ചെയ്യുന്നതാണ്? ഫോറസ്റ്റ് റിസ്കിൽ പൈസ വരാണ്, ഇവിടെ അങ്ങോട്ട് പൈസ പോകാനും ഉണ്ടെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് ബോറോ ചെയ്ത് മറ്റൊരു കൺട്രിയിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അത് ഫോറക്സിന് മാത്രം ഉള്ളതല്ലേ? ഓക്കെ. അതുപോലെ ക്യാപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. ക്യാപ്പ് ആർക്ക്? ക്യാപ്പ് വെച്ചാൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതിനെ തടയുന്നല്ലേ ക്യാപ്പ് അല്ലേ? യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലോർ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. കോളർ യൂസ് ചെയ്യാൻ പറ്റും. കോളർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ടൈമിൽ വേണ്ടത് എടുക്കുകയും അതിന് ഓപ്പോസിറ്റ് എന്തെയും ചെയ്യും, കൊടുക്കുകയും ചെയ്യും. ഡെപ്പോസിറ്ററിന്റെ കോളർ എങ്ങനെയാ? ഡെപ്പോസിറ്ററിന്റെ കോളർ അയാൾക്ക് ഏതാ വേണ്ടത് ശരിക്കും? അയാൾ ഏതാ ബൈ ചെയ്യുക? ബൈ സൈമൾട്ടേനിയസ്ലി എന്ത് ചെയ്യും? പറഞ്ഞേ. അതില് ഈ ബൈ ചെയ്തതിന് നമ്മൾ പ്രീമിയം എന്ത് ചെയ്യണം? പേ ചെയ്യോ റിസീവ് ചെയ്യോ? പ്രീമിയം അടക്കണം. പക്ഷേ ക്യാപ്പ് നമ്മൾ സെല് ചെയ്തതിന്റെ മുകളിൽ പ്രീമിയം എന്താവും? സോ ഇഫക്റ്റീവ്ലി പ്രീമിയം കോസ്റ്റ് എന്താവും? പ്രീമിയം കോസ്റ്റ് എന്താവും? കമ്പാരിറ്റീവ്ലി ഹൈ ആയിരിക്കും, ലോ ആയിരിക്കും ക്യാപ്പില് അല്ല കോളറില് ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു സ്ട്രെയിറ്റ് ഓപ്ഷന് കിട്ടുന്നതിനെക്കാട്ടും ഇവിടെ ഫ്ലെക്സിബിലിറ്റി ടു ടേക്ക് അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഒട്ടും ഇല്ല എന്നാണോ, വളരെ ഹൈ ആണെന്നാണോ, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിരിക്കുമോ? ഫ്ലെക്സിബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ശരി. ലെറ്റ്സ് കണ്ടിന്യൂ. അടുത്ത എക്സാമ്പിൾ ഇത് പറയുന്നു, റീപ്ലേസ്മെന്റ് കോസ്റ്റിന് റിലേറ്റഡ് ആണ്. നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നെഗറ്റീവ് 11 ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 11 ആണ്. എവറി 2 year, എവറി 3 year, എവറി 4 year, എവറി 5 year റീപ്ലേസ് ചെയ്താൽ വരുന്ന NPV ഓഫ് കോസ്റ്റ് എന്താണ്? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ NPV ഓഫ് കോസ്റ്റ് ആണ്. റീപ്ലേസ്മെന്റ് ഡിസിഷൻ എന്ത് വെച്ചിട്ടാണ് എടുക്കേണ്ടത് പറഞ്ഞത്? റീപ്ലേസ്മെന്റ് ഡിസിഷൻ NPV ഓഫ് കോസ്റ്റ് നോക്കിയിട്ടാണോ? അല്ല, EAC കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ NPV ഓഫ് കോസ്റ്റുകളെ അതാത് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 11% ഫോർ 2 year, 3 year, 4 year. അങ്ങനെ ആനുറ്റി ഫാക്ടർ കൊണ്ട് ഇവർ ഡിവൈഡ് ചെയ്തതാണ്. അതാത് പീരീഡിന്റെ ആനുറ്റി ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ കിട്ടിയ EAC ആണ്. ഇതിലെ ഏതായിരിക്കും നമ്മൾ എടുക്കേണ്ടത്? കോസ്റ്റിലെ ഏറ്റവും ലോവസ്റ്റ് EAC ആണ് എടുക്കേണ്ടത്. അങ്ങനെ 82170 ആണ് ആൻസർ. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ നമ്പർ 4. എക്സാമ്പിൾ നമ്പർ 4 ഇവിടെ ചോയ്സ് തന്നിട്ടുണ്ട്. ഏത് മാർക്കറ്റ് ആണെന്നാ? ആംബി കമ്പനിക്ക് ഫോറിൻ കറൻസി കൺവേർട്ട് ചെയ്യണം ഡൊമസ്റ്റിക്കിലോട്ട്. അതിന് യൂറോ കറൻസി മാർക്കറ്റിലാണോ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലാണോ പോകേണ്ടത്? കറൻസി കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതാണ് ആൻസർ. ഓക്കെ. ബി കമ്പനി ആദ്യമായിട്ട് അവരുടെ ഓർഡിനറി ഷെയർസ് ഇഷ്യൂ ചെയ്യാണ്, ഫസ്റ്റ് ടൈം. അത് എവിടെ വരിക? പ്രൈമറി മാർക്കറ്റ് ആണോ സെക്കൻഡറി മാർക്കറ്റ് ആണോ? സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റുകളാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ആരൊക്കെ തമ്മിലാണ്? ഒരു കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസ് ഒരു ഇൻവെസ്റ്റർ മറ്റൊരു ഇൻവെസ്റ്റേഴ്സിന് വിൽക്കുന്നതാണ് സെക്കൻഡറി മാർക്കറ്റ്. ഇനി കാർലോ കമ്പനിക്ക് പർച്ചേസ് ചെയ്യണം ഷോർട്ട് ടേമിലുള്ള ഓവർ ദി കൗണ്ടർ. ഓവർ ദി കൗണ്ടർ എന്ന് പറഞ്ഞാൽ ബാങ്ക് ആണോ സ്റ്റോക്ക് മാർക്കറ്റ്സ് ആണോ? സോ ബാങ്ക് എന്ന് പറഞ്ഞത് ഒരിക്കലും സെക്കൻഡറി മാർക്കറ്റിൽ വരില്ല.
എന്തായാലും മണി മാർക്കറ്റ് അല്ലേ? എടാ ബാങ്കിലെ ഇൻസ്ട്രുമെന്റ് ട്രേഡബിൾ ഇൻസ്ട്രുമെന്റ് ആണോ, മറിച്ച് വിൽക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് ആണോ, നോൺ ട്രേഡബിൾ ആണോ? നോൺ ട്രേഡബിൾ. സോ ഒരു സെക്കൻഡറി മാർക്കറ്റ് ഏതിനുണ്ടാവില്ല? ബാങ്കും ആ കസ്റ്റമറും തമ്മിൽ മാത്രം ആ ട്രേഡ് നടക്കുക. ആ കസ്റ്റമർ മറ്റൊരാൾക്ക് മറിച്ച് വിൽക്കാൻ പറ്റുന്ന സെക്കൻഡറി മാർക്കറ്റ് ഉണ്ടാവില്ല. ബാങ്ക് അവരുടെ കസ്റ്റമർക്ക് ബോറോവർക്ക് ഒരു കോൺട്രാക്ട് എൻറ്റർ ചെയ്താൽ അത് പ്രൈമറി മാർക്കറ്റാണ്. ആ ഐറ്റം മറ്റൊരാൾക്ക് മറിച്ച് വിൽക്കാൻ പറ്റില്ല, നോൺ ട്രേഡബിൾ അല്ലേ. അതുകൊണ്ട് ബാങ്കുകളിലെ OTC കോൺട്രാക്ടുകൾക്ക് ഏത് മാർക്കറ്റ് ഇല്ല? സെക്കൻഡറി മാർക്കറ്റ്. എന്തായാലും മണി മാർക്കറ്റ് ആണ്, കാരണം ഷോർട്ട് ടേം അല്ലേ. ക്ലിയർ? ഇത് ലോങ് ടേം വരുന്നെങ്കിൽ, ലോങ് ടേം ബോറോയിങ്സിലൊക്കെയാണ് വരുന്നതെങ്കിൽ സാധാരണ ഓവർ ദി കൗണ്ടർ ഡെറിവേറ്റീവ്സ് ലോങ് ടേം ഇല്ല, ഷോർട്ട് ടേമേ ഉള്ളൂ. ബട്ട് ലോങ് ടേം ലോൺ ആണെന്ന് വിചാരിക്കും, അങ്ങനെയാണ് പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റ് എന്നാ പറയുക. ഓക്കെ, അടുത്തത് ദിൽ കമ്പനി നീഡ്സ് ടു ഇഷ്യൂ ന്യൂ ലോങ് ടേം ലോൺ. ഷോർട്ട് ടേം ലോണുകളുടെ മാർക്കറ്റ് ആണ് മണി മാർക്കറ്റ്, ലോങ് ടേം ലോണുകളുടെ ഫിനാൻസിന്റെ ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ശരി, അപ്പൊ ഞാനിവിടെ ടിക്കറ്റ് വെച്ചതാണ് ആൻസർ. എല്ലാം ഫസ്റ്റ് കിടക്കുന്ന അല്ലെ, എല്ലാം ഫസ്റ്റ് കിടക്കുന്ന. ഓക്കെ, സോ 4 എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് സെക്ഷൻ ബി. നേരത്തെ ചെയ്തതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, 10 മിനിറ്റ്സിൽ ട്രൈ ചെയ്യണം. ക്ലിയർ? അല്ലാതെ എല്ലാം ജസ്റ്റ് കേട്ടിരിക്കുന്ന നല്ല, കുറച്ച് നിങ്ങളോട് ചെയ്യിപ്പിക്കുന്നല്ലേ നല്ലത് അല്ലേ? സോ ഇപ്പോൾ സമയം 9:30. 10 minutes ടൈം. 18 minutes ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് 10 minutes ആ തരുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 3 എണ്ണം റൈറ്റ് പിടിക്കാൻ നമ്മൾ നോക്കണം. 3 questions. I'll wait. മാർച്ച് അല്ലേ? March, June 2023. Yes. സോ സെക്ഷൻ ബിയിൽ ഇവർ പുറത്തുവിട്ട ഈ സെഷനിലും എഗൈൻ ബിസിനസ് വാല്യൂഷൻ ആയിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റിൽ റിസ്ക്, കഴിഞ്ഞ ക്വസ്റ്റിൽ റിപ്പോർട്ടിൽ ബിസിനസ് വാല്യൂഷനാ, ഇത് മറ്റൊരു ബിസിനസ് വാല്യൂഷൻ ക്വസ്റ്റ്യൻ. റീഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് റീഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലൈറ്റ് കമ്പനിക്ക് ഓർഡിനറി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, റിസർവ്സ് ഉണ്ട്, 6% ലോൺ നോട്ട് ഉണ്ട്, 8% ലോൺ നോട്ട് ഉണ്ട്, കറന്റ് ലയബിലിറ്റി ഉണ്ട്. ഓർഡിനറി ഷെയർസിന്റെ നോമിനൽ വാല്യൂ മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, അതിന്റെ ഗ്രോത്ത് 5% ആ പറഞ്ഞിട്ടുണ്ട്. 9% പ്രിഫറൻസ് ഷെയർസ് ഇറഡീമബിൾ ആണ്, $1 ആണ് പാർ വാല്യൂ, കോസ്റ്റ് ഓഫ് KP 9.5 ആണ്. 6% ലോൺ നോട്ട് ഇറഡീമബിൾ ആണ്, KD തന്നിട്ടുണ്ട്. 8% ലോൺ നോട്ട് റെഡീമബിൾ ആണ്, 6 വർഷം കഴിഞ്ഞിട്ട്, സോറി കൺവേർട്ടബിൾ ആണ്, 6 വർഷം കഴിഞ്ഞിട്ട് 15 ഷെയർസ്. അതല്ലെങ്കിൽ റെഡീം ചെയ്യാം നോമിനൽ വാല്യൂല് 7 വർഷം റെഡീം ചെയ്യാം 8 വർഷം കഴിഞ്ഞ്. സോ രണ്ടും തമ്മിൽ വ്യത്യാസം കേട്ടോ. കൺവേർഷൻ ആണെങ്കിൽ 7 വർഷം കഴിഞ്ഞിട്ടാണ്, റിഡംഷൻ ആണെങ്കിൽ 8 വർഷം കഴിഞ്ഞിട്ടാണ്. KD എന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ചോദ്യം 6% ലോൺ നോട്ടിന്റെ മാർക്കറ്റ് വാല്യൂ. സോ 6% ലോൺ നോട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് ഇറഡീമബിളാ. ഇറഡീമബിള് KD ആയിരുന്നു കണ്ടുപിടിക്കേണ്ടെങ്കിൽ KD ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഇൻടു 1 - T ഡിവൈഡ് ബൈ P0 ആയിരുന്നു. ഇവിടെ നമ്മൾ P0 ചോദിച്ചത്, സോ ബിഫോർ ടാക്സ് ആണ് ചെയ്യുക. സോ P0 എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ KD അല്ലേ വരിക, ഇറഡീമബിൾ ഇൻട്രസ്റ്റ്, സോറി P0 is equal to interest divided by KD. So കൂപ്പൺ ഇൻട്രസ്റ്റ് 6% ആണ്, 6 divided by 7%, 0.07. So 85.71 കിട്ടും. പക്ഷെ നമ്മൾ ചോദിച്ച ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആണ്, ഇതിനെ മൾട്ടിപ്ലൈ ബൈ നമ്പേഴ്സ് ചെയ്യണം. എങ്ങനെ നമ്പേഴ്സ് കണ്ടുപിടിക്കുക എന്നോട് പറ, എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നമ്പേഴ്സ് കണ്ടുപിടിക്കുക പറഞ്ഞേ? ക്യാപിറ്റൽ വാല്യൂനോട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്യുക. സോ 22 million divided by 100 ചെയ്ത നമ്പർ ഓഫ് ബോൺസ് കിട്ടും. മൾട്ടിപ്ലൈ ബൈ 22 million divided by 100 ചെയ്ത നമ്പർ ഓഫ് ബോൺസ് കിട്ടി. മൾട്ടിപ്ലൈ ബൈ 85.7, അങ്ങനെ 18.9 ആണ് ആൻസർ. ഫൈൻ. ഇവിടുത്തെ ഡേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനർ പറഞ്ഞതാ, ഇത് ഏറ്റവും കൂടുതൽ തെറ്റിച്ച ക്വസ്റ്റ്യൻസ് എന്നല്ലേ പറഞ്ഞത്. ഒരുപാട് കുട്ടികൾ ആൻസർ ഇവിടെ അവസാനിപ്പിച്ചു 85.71. ഇവിടെ ഓപ്ഷൻ ഇല്ല. 85.71 നിങ്ങൾ ടൈപ്പ് ചെയ്താൽ ആ ആൻസർ സ്വീകരിക്കും. പക്ഷെ ഇതല്ല ആൻസർ, കാരണം ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വാല്യുവേഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഒരു ഷെയറിന്റെയോ ഒരു ബോണ്ടിന്റെയും ചോദിക്കും, അല്ലെങ്കിൽ ടോട്ടൽ ചോദിക്കും. അത് നിങ്ങൾ കെയർഫുള്ളി കൊടുക്കണം. നെക്സ്റ്റ്, ഈച്ച് മാർക്കറ്റ് വാല്യൂ ഓഫ് ഈച്ച് 8% ലോൺ നോട്ടാ. ഈച്ച് ആവശ്യം, അപ്പൊ ഒരെണ്ണത്തിന്റെ മതി. 8% ലോൺ നോട്ട് കൺവേർഷൻ ഉണ്ട്, റിഡംഷൻ ഉണ്ട്. കൺവേർഷൻ ചെയ്യുവാണെങ്കിൽ കൺവേർഷൻ വാല്യൂ കണ്ടെത്തണം. കൺവേർഷൻ വാല്യൂ ഇപ്പൊ ഒരു ഷെയറിന്റെ പ്രൈസ് 6.75 ആണ്. ഇപ്പൊ ഒരു ഷെയർ പ്രൈസ് 6.75 ആണ്. ഇൻടു ഇത് 5% വെച്ച് ഗ്രോ ചെയ്യും.
റെഡീം ചെയ്യുമ്പോഴത്തേക്ക് എത്ര ഇയേഴ്സ് ഉണ്ട്? 7 years ഉണ്ട്. സോ പവർ ഓഫ് 7 ആണ് എടുക്കേണ്ടത്. മൾട്ടിപ്ലൈ ബൈ ഇതായിരിക്കും അന്നത്തെ ഷെയർ പ്രൈസ്, എക്സ്പെക്ടഡ് ഷെയർ പ്രൈസ്. ഇങ്ങനെയുള്ള എത്ര ഷെയർസ് കിട്ടുമെന്നാ പറയുന്നത്? 15 ഓർഡിനറി ഷെയർസ്. ഇതാണ് കൺവേർഷൻ വാല്യൂ. റിഡംഷൻ വാല്യൂ പാറിനാണ് 100. സോ ഇതാണ് ബെസ്റ്റ്. ശരിക്കും ഇത് രണ്ടും കമ്പയറബിൾ അല്ല, ഡയറക്ട്ലി കമ്പയറബിൾ അല്ല. ഇത് 7th ഇയറിലും, ഇത് 7th ഇയറിലെ വാല്യൂ ആണ്, ഇത് 8th ഇയറിലെ വാല്യൂ അല്ലേ? സോ ഒന്നെങ്കിൽ ഇതിനെ 7th ഇയറിലോട്ട് ഡിസ്കൗണ്ട് ചെയ്യണം. അപ്പൊ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഇത് വീണ്ടും കൂടുവോ കുറയോ? പറഞ്ഞേ. കുറയും. അപ്പൊ എന്തായാലും ഇത് തന്നെയല്ലേ ബെസ്റ്റ്. അത് എടാ ഇതിനെ 7th ഇയറിലോട്ട് വീണ്ടും പിറകിലോട്ട് കൊണ്ടുവരുമ്പോൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എമൗണ്ട് കുറയല്ലേ ചെയ്യുക. സോ എന്തായാലും ഇത് കുറയത്തേ ഉള്ളൂ. സോ നമുക്ക് ഉറപ്പാണ് ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. ഇസ് ഇറ്റ് ഓക്കെ? ഈ 100 ഉപയോഗിച്ച് പ്രസന്റ് വാല്യൂ എടുത്താൽ, ഈ 100 ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ബോണ്ട് കണ്ടെത്തുന്നതിനെയാണ് എന്ത് വാല്യൂ എന്ന് പറയുന്നത്? ഫ്ലോർ വാല്യൂ. കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ പ്രാക്ടീസിന്റെ കൂടെ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ഈ ഷെയർ പ്രൈസ് കൂടുകയോ കുറയോ ചെയ്യാം. ചിലപ്പോൾ ഈ ഷെയർ പ്രൈസ് കുറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ടോട്ടൽ കൺവേർഷൻ വാല്യൂ 99 ആവും. എന്നാൽ നമുക്ക് ഉറപ്പാണ് വെരി മിനിമം എത്ര എന്തായാലും കിട്ടും? ആ പാർ വാല്യൂ 100 കിട്ടും. അതിന്റെ ആ 100 ഉപയോഗിച്ച് കണ്ടെത്തുന്ന ഇന്നത്തെ ബോണ്ടിന്റെ വാല്യൂ ആണ് ഫ്ലോർ വാല്യൂ, വെരി മിനിമം കിട്ടുന്ന വാല്യൂ. കണ്ടല്ലേ? ഇനിയുള്ള താഴെയുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി അത് എടുത്ത് പറഞ്ഞത് ഫ്ലോർ വാല്യൂ എന്താന്നുള്ളത്. ഏത് ഓപ്ഷൻ വെച്ച് ചെയ്യുന്നതാണ് ഫ്ലോർ വാല്യൂ? കൺവേർഷൻ വാല്യൂ വെച്ചുള്ളതാണോ? റിഡംഷൻ വാല്യൂയുടെ പ്രസന്റ് വാല്യൂ ആണോ? റിഡംഷൻ വാല്യൂ ഉപയോഗിച്ച് നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ബോണ്ട് കണ്ടെത്തുന്നതാണ് ഫ്ലോർ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്തായാലും ഫ്ലോർ വാല്യൂ കണ്ടുപിടിക്കാനല്ല, കൺവേർഷൻ ബെസ്റ്റ് ഉപയോഗിച്ച് ബോണ്ടിന്റെ വാല്യൂഷൻ കണ്ടെത്തണം. സോ ബെസ്റ്റ് കണ്ടെത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യും? കൂപ്പൺ റേറ്റ് 8 ആണ്. അതിനെ എത്ര ഇയേഴ്സ് ആണോ അത്ര ഇയേഴ്സിന്റെ എന്ത് ചെയ്യുന്നു? 7 ഇയേഴ്സിന്റെ ആനുവിറ്റി ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് ഇയറിലെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എടുക്കുന്നു. അങ്ങനെ ഒരു ബോണ്ടിന് 118 ആണ്. ഇവിടെ ഒരു ബോണ്ടിനെ ചോദിച്ചിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിഫറൻസ് ഷെയർസ് റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തെന്ന്. ഇതില് സി ആണ് കറക്റ്റ്, ബട്ട് എന്നാൽ അതിലൊരു ക്വസ്റ്റ്യനബിൾ ഉണ്ട്. ബാക്കിയുള്ള റോങ് എന്ന് നമുക്ക് എന്തായാലും പറയും. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, എടാ ടാക്സ് ഒന്നും ഒരിക്കലും വരില്ല. ടാക്സ് ആർക്ക് മാത്രമേ വരുള്ളൂ? ടാക്സിന്റെ ഇമ്പാക്ട് ആർക്ക് മാത്രമേ വരുള്ളൂ? അതിനെ ഡെപ്റ്റ് തന്നെ വാല്യൂവേഷൻ ചെയ്യുമ്പോൾ ബിഫോർ ടാക്സ് അല്ലേ ചെയ്യേണ്ടത്. സോ എന്തായാലും ഇതല്ല. പിന്നെ പ്രിഫറൻസ് ഷെയർസ് ടാക്സ് എഫിഷ്യന്റ് വേ ആണോ? അല്ല. ഏത് റേസ് ചെയ്താൽ മാത്രമേ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ? ഇനി റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, നമ്മൾ ഷെയറിന്റെ പൈസ എടുക്കുന്നു, കുറച്ചു കാലം കഴിഞ്ഞാൽ പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ആരുടെ ക്യാരക്ടറിസ്റ്റിക്സ് പോലെയാണ്? ഇക്വിറ്റി ഓണർഷിപ്പ് പോലെയാണോ അല്ലെങ്കിൽ ഡെപ്റ്റിനെ പോലെയാണോ? അവർ പറയുന്നത് ഇക്വിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സോ ഇവരിങ്ങനെയാ പറയുന്നത് എ ബി ഡി റോങ് ആണെന്ന് മനസ്സിലാവുന്നു. ലീവിംഗ് പിന്നെ നമ്മളടുത്ത് ഏതുള്ളൂ? സി. അതുകൊണ്ട് സീനെ റൈറ്റ് ആക്കുന്ന. പ്രിഫറൻസ് ഷെയർസിന്റെ വാല്യൂഷൻ ഡിഫിക്കൽട്ട് ആണ്. അതിന് എന്തായിരുന്നെങ്കിൽ വേരിയബിൾ റേറ്റ് 99.99% നമുക്ക് എന്ത് പറയാം? പ്രിഫറൻസ് ഷെയർസിന്റെ ഡിവിഡൻഡ് ഫിക്സ്ഡ് ആണ്. വളരെ റെയർ ആയിട്ട് ചില രാജ്യങ്ങളിൽ മാത്രം എന്ത് ചെയ്യുന്നത്? അതിലൊരു വേരിയബിൾ, ഒരു പോർഷൻ വരെ ഫിക്സ്ഡും കുറച്ച് പോർഷൻ വേരിയബിൾ ആക്കി വെക്കാറുണ്ട്. നമ്മൾ പഠിച്ചു വെച്ചത് ഫിക്സ്ഡ് ആണെന്നാണ്. ഫിക്സ്ഡ് നമ്മളാണ്, നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താൽ ഫിക്സ്ഡേ കിട്ടത്തുള്ളൂ. ബട്ട് ചില കൺട്രിയിൽ ഫിക്സഡിന്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു എമൗണ്ട് വേരിയബിൾ കൂടി കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ആ പോയിന്റ് വെച്ച് പറഞ്ഞത്. എന്നാലും ബാക്കി എ ബി പറഞ്ഞേ. പ്രിഫറൻസ് ഷെയർ ഡി ഓപ്ഷൻ ഇല്ലേ? ആ ഓപ്ഷനിൽ ഇക്വിറ്റി ആയിട്ട് നമുക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ തരുന്നില്ലേ? ഇല്ല. ഇത് ഇറഡീമബിൾ ആയിരുന്നെങ്കിൽ ഓക്കെ. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി പോലെ തന്നെ. ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത പൈസ എപ്പോൾ തിരിച്ചു കൊടുക്കും പറയുന്നില്ല. കമ്പനി അടച്ചു കൂട്ടുമ്പോഴായിരിക്കും മിക്കവാറും തരുക. അത് ഇക്വിറ്റിയിൽ പെടുത്താം. അതല്ല, നമ്മള് ഇപ്പോ 5 കൊല്ലത്തേക്കാണെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ അത് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാറില്ലേ? അത് പ്രിഫറൻസ് ഷെയർസിനല്ലോ, ഡെപ്റ്റിനല്ലേ ഉള്ളത്. പ്രിഫറൻസ് ഷെയർസിന് ഇല്ല. ഇത് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് അല്ലല്ലോ, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് അല്ലേ? എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. In relation to practical consideration valuing shares and business, which of the following statement is correct? Share price of a company can rise even when it has cut dividend. Dividend കുറഞ്ഞാലും ചിലപ്പം ഷെയർ പ്രൈസ് കൂടാറുണ്ട്. പ്രാക്ടിക്കലി ദാറ്റ്സ് കറക്റ്റ്. തിയറിറ്റിക്കലി എന്താണ്? ഡിവിഡൻഡ് കൂടുന്നതോറും ഇന്നത്തെ പ്രസന്റ് വാല്യൂ കൂടും. പക്ഷെ പ്രാക്ടിക്കലി ചിലപ്പം എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഡിവിഡൻഡ് തിയറിയിലൊക്കെ പഠിക്കാറുണ്ട്. ഡിവിഡൻഡ് കുറച്ചു കൊടുത്താലും, ഇങ്ങനെ പറഞ്ഞേ, ഒരു കമ്പനിക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് വിചാരിക്കും.
ഒരു കമ്പനിക്ക് നല്ല ഒരു അടിപൊളി ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവിഡൻഡ് കുറയും. ആ ഡിവിഡൻഡ് കുറഞ്ഞാലും ആ സമയത്ത് കമ്പനിയുടെ ഷെയർ പ്രൈസ് കൂടില്ലേ പ്രാക്ടിക്കലി? യെസ് ഓർ നോ പറഞ്ഞേ? കാരണം ഇൻവെസ്റ്റേഴ്സിന് അറിയാം ഇവിടെ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഡിവിഡൻഡ് കട്ട് ചെയ്യുന്നത്. ഇത് പ്രോപ്പർലി സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഇൻഫർമേഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ ആ പീരീഡിൽ ഷെയർ പ്രൈസ് കൂടുകയുള്ളൂ, കുറയത്തില്ല. തിയറട്ടിക്കലി ഡിവിഡൻഡ് കുറഞ്ഞാൽ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ കുറയുന്നു, പ്രസന്റ് വാല്യൂ കുറയും. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ആണ്, പ്രസന്റ് വാല്യൂ കുറയും. ഇവിടെ തിയറട്ടിക്കലി ആണോ പ്രാക്ടിക്കൽ കൺസിഡറേഷൻ ആണോ ചോദിച്ചത്? പ്രാക്ടിക്കൽ കൺസിഡറേഷൻ. അതുകൊണ്ടാണ് ഓപ്ഷൻ എ. ഇനി ബാക്കിയുള്ള റോങ് ആണെന്ന് പറയും. എന്താണ് ഷെയർ ബൈബാക്ക് എന്ന് പറഞ്ഞാൽ? ഷെയർ ബൈബാക്ക് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർസ് കൂടുകയോ കുറയോ? സോ 1000 ആണ് വാല്യൂ ഓഫ് 10,000 ആണ് വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് വിചാരിക്കും. ഇതിനെ ടോട്ടൽ കമ്പനിയുടെ വാല്യൂ 10,000 ആണ്. നേരത്തെ 5,000 നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഷെയർ ബൈബാക്ക് ചെയ്ത നമ്പർ ഓഫ് ഷെയർസ് കുറയും അല്ലെ? സോ പെർ ഷെയറിന്റെ വാല്യൂ ഉണ്ടാവും, കൂടോ കുറയോ? പെർ ഷെയറിന്റെ വാല്യൂ, ഒരു ഷെയറിന്റെ വാല്യൂ കൂടോ കുറയോ? അപ്പം അതിന്റെ പെട്ടെന്ന് വിൽക്കാൻ പറ്റുമോ പെട്ടെന്ന് വിൽക്കാൻ പറ്റില്ല, അതോ അവിടെ വാല്യൂ കൂടിയ ഐറ്റം. ഇപ്പൊ 1 കോടി രൂപയുടെ ലാൻഡും 50,000 രൂപയുടെ ലാൻഡും, ഇതിൽ 50,000 രൂപയുടെ ആണെങ്കിൽ എടുക്കാൻ കുറെ പേരുണ്ടാവും. വാല്യൂ കൂടുന്തോറും അതിന് പെട്ടെന്ന് വിൽക്കാൻ പറ്റില്ല. സോ ഷെയർ ബൈബാക്ക് ചെയ്താൽ മാർക്കറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യുമെന്ന് പറയുന്നത് റോങ് അല്ലേ? ഷെയർസ് ബൈബാക്കിലൂടെ മാർക്കറ്റബിലിറ്റി കുറയും. സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്താൽ, ഇങ്ങനെ ടേം പഠിച്ചിരുന്നു സ്റ്റോക്ക് സ്പ്ലിറ്റ്. എന്താ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ? $1 വാല്യൂ ഉള്ള ഒരു ഷെയറിനെ 2 ഷെയർ ആക്കി മാറ്റും. 0.5 ഉള്ള 2 ഷെയർ ആക്കി മാറ്റും. ഇതാ സ്റ്റോക്ക് സ്പ്ലിറ്റ്. സ്റ്റോക്കിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഒരു ഷെയറിന്റെ വാല്യൂ ഉണ്ടാവും, നമ്പർ ഓഫ് ഷെയർസ് കൂടി ഒരു ഷെയറിന്റെ വാല്യൂ ഉണ്ടാവും. സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്താൽ പറഞ്ഞേ എന്താവും? ഇൻക്രീസ് ചെയ്യും. ബട്ട് ഷെയർസ് ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെയർസിനെ ക്യാൻസൽ ചെയ്യുകയാണ്. സോ ഈ കമ്പനിയിൽ ഇനി കമ്പനിയുടെ വാല്യൂ ഇത്രയുണ്ട്, നമ്പർ ഓഫ് ഷെയർസിന്റെ എണ്ണം കുറഞ്ഞു, അപ്പൊ ഒരു ഷെയറിന്റെ വാല്യൂ കൂടി മാർക്കറ്റബിലിറ്റി ഇംപ്രൂവ് ആവില്ല, കുറയുകയാണ് ചെയ്യുക. സോ ദാറ്റ്സ് റോങ്. ഇൻവെസ്റ്റേഴ്സ് ഓൾവേസ് ആക്ട് റേഷണലി. നോ, എല്ലാ ഇൻവെസ്റ്റേഴ്സും റേഷണൽ അല്ല. ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിപരമായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒരേപോലെയല്ല എടുക്കുക. എടാ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ക്യാഷ് ഓഫറിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ 105 കിട്ടും, ഷെയർ ആക്കിയാൽ 107 ആണ് കിട്ടുക. കൺവേർട്ട് ചെയ്താൽ ആൾക്കാർ ഏതാണ്? ഒരു റേഷണൽ ഡിസിഷൻ മേക്കർ ആണെങ്കിൽ ഏതാ എടുക്കുക? റേഷണൽ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതിൽ എടുക്കുക. പക്ഷെ അവിടെ തന്നെ നമ്മൾ പറയുന്നുണ്ട് പ്രാക്ടിക്കലി എല്ലാവരും എന്തല്ല, റേഷണൽ അല്ല. ചില ആൾക്കാർ പൈസക്ക് അർജന്റ് ഉണ്ടാവും. പൈസക്ക് അർജന്റ് ഉള്ള ആൾക്കാർ ഷെയറിന്റെ വാല്യൂ കൂടുതലെങ്കിലും അവർ ഏതായിരിക്കും സെലക്ട് ചെയ്യുക? കൺവേർഷൻ ഓപ്ഷൻ ആയിരിക്കും, ക്യാഷ് ഓപ്ഷൻ ആയിരിക്കും എടുക്കുക? ഓപ്ഷൻ ആയിരിക്കും. പ്രാക്ടിക്കലി എല്ലാവരും എങ്ങനെയല്ല ആക്ട് ചെയ്യുക? റേഷണലി അല്ല ആക്ട് ചെയ്യുക. ഓക്കെ, എന്താ റാൻഡം വാക്ക് തിയറി? നമ്മൾ പഠിച്ചതാണ്. എന്താ റാൻഡം വാക്ക് തിയറി? റാൻഡം വാക്ക് തിയറി പറഞ്ഞാൽ എപ്പോഴും ഒരേപോലെ തന്നെ കൂടി കുറഞ്ഞ് അങ്ങനെയല്ല പോവുക. എന്താണോ ഇൻഫർമേഷൻ വരുന്നത് അതിനനുസരിച്ച് ഷെയർ പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യാം. റാൻഡം വാക്ക് തിയറി പറയുന്നു ഷെയർ പ്രൈസ് മൂവ്മെന്റ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. റോങ്. റാൻഡം വാക്ക് തിയറി പ്രകാരം കൂടാനും ചെയ്യാം കുറയുകയും ചെയ്യാം. എന്താണോ ഇൻഫർമേഷൻ വരുന്നത് ആ ഇൻഫർമേഷൻ ഇതുവരെ റിഫ്ലക്ട് ആയിട്ടില്ല. എല്ലാ ഇൻഫർമേഷനും ഷെയർ പ്രൈസിൽ റിഫ്ലക്ട് ആയി. ഇൻഫർമേഷൻ പുറത്തു പറഞ്ഞാലും ഞങ്ങൾ മാറില്ല എന്ന് നിൽക്കുക. ഏത് മാർക്കറ്റിലാണ് നിൽക്കുക? പറഞ്ഞേ, ഏത് മാർക്കറ്റിലാണ്? റോങ് മാർക്കറ്റ്. എന്ത് ഇൻഫർമേഷൻ വരുന്നു? പോസിറ്റീവ് ഇൻഫർമേഷൻ ആണെങ്കിൽ കൂടാം, നെഗറ്റീവ് ഇൻഫർമേഷൻ ആണെങ്കിൽ കുറയാം. സോ ഇൻഫർമേഷൻ അനുസരിച്ച് ഏത് രീതിയിൽ മാറാം. അതുകൊണ്ട് ഷെയർ പ്രൈസ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ലേ റാൻഡം വാക്ക് തിയറി പറയുന്നത്? കറക്റ്റ്? ശരി, 4 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. 5ാമത്തെ ക്വസ്റ്റ്യൻ, ബിഹേവിയറൽ ഫിനാൻസ്. ബിഹേവിയറൽ ഫിനാൻസ് ഭയങ്കരമായിട്ട് ആൾക്കാർ പഠിക്കുന്നത്. ഞാൻ പറയുന്നത് എക്സ്ട്രാ റീഡിങ്ങിന് നമുക്ക്, ഞാൻ നിങ്ങൾക്ക് ഒരു ഓഡിയോ നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, അതിൽ തന്നെ പറയാത്തൊരു കാര്യമുണ്ട്. അപ്പൊ ഇതൊരു ഒരു എന്താ റിസ്ക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വെക്കുക. എന്നാൽ ജസ്റ്റ് ഒന്ന് പറയാം, ബിഹേവിയറൽ ഫിനാൻസ്. എടാ ബാക്കി 4 നമുക്ക് അറ്റൈനബിൾ ക്വസ്റ്റ്യൻ ആണോ ഇല്ല? അത് പറഞ്ഞേ. 5 എണ്ണത്തിൽ ബാക്കി 4 നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? പ്ലീസ് റെസ്പോണ്ട് എവരി വൺ. നമ്മളൊന്ന് ശ്രദ്ധിച്ചത് ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും. ബട്ട് ഞാൻ ആസ്കിങ് ബാക്കി 4 ക്വസ്റ്റ്യൻ നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 100 നമ്മുടെ പാസ് മാർക്ക്. ആൻഡ് വി ആർ ഹ്യൂമൻ ബീങ്സ്, വി ആർ നോട്ട് മെഷീനറി. നമുക്ക് ലേണിംഗ് കപ്പാസിറ്റിക്ക് ഒക്കെ ലിമിറ്റേഷൻ ഉണ്ട്. ബട്ട് എന്നാലും മിനിമം കണ്ടന്റ് ഞാൻ നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കേട്ട് വെക്കാൻ പറഞ്ഞത്. അത് വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ബിഹേവിയറൽ ഫിനാൻസ് സപ്പോർട്ട് ചെയ്യുന്നത്
സ്റ്റോക്ക് മാർക്കറ്റ് ബബിൾസ് റിസൾട്ട് ഫ്രം റേഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. റോങ്. എല്ലാവരും റേഷണൽ ഡിസിഷൻ ആയിരിക്കില്ല. സ്റ്റോക്ക് മാർക്കറ്റ് ബബിൾ നമ്മൾ വിചാരിക്കാത്ത പലതരത്തിലുള്ള അപ്സോ ഡൗൺസോ മാർക്കറ്റിൽ ഉണ്ടാകുന്നത് എല്ലാവരും റേഷണൽ അല്ലാത്തത് കൊണ്ടാണ്, മാർക്കറ്റിൽ ഇംപെർഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഇനി നോയ്സ് ട്രേഡേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുക സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് അനലൈസ് ചെയ്തിട്ടാ. തൊട്ട് മുന്നത്തെ റിപ്പോർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് നോയ്സ് ട്രേഡേഴ്സ് എങ്ങനെയാണ്, ഭയങ്കര അനാലിസിസും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണോ, പൊട്ട ഒരു ബ്ലൈൻഡ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുന്ന ആൾക്കാരാണോ, ആയിട്ട് ഒരു ടെക്നിക്കൽ അനാലിസോ ഫണ്ടമെന്റൽ അനാലിസോ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ്. സോ ഇതും റോങ് ആണ്. ഷെയർ പ്രൈസ് പെട്ടെന്ന് കൂടുകയോ പെട്ടെന്ന് കുറയോ ചെയ്യും. ഷെയർ പ്രൈസിന് അനോമാലിറ്റീസ് ഉണ്ടാവും ഡ്യൂ ടു അണ്ടർമൈൻ ദ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി. ഷെയർ പ്രൈസ് അനോമാലിറ്റീസ് ഡു നോട്ട് ആണ്, അല്ലെ? ഡു നോട്ട്. എടാ ഷെയർ പ്രൈസ് പെട്ടെന്ന് കൂടുകയോ കുറയോ ചെയ്യുന്നുണ്ട്, ഇത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റിന് ഇഫക്ട് ചെയ്യില്ല എന്ന്. റോങ് ആണ്. ഈ ഷെയർ പ്രൈസ് അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നത് ഇംപെർഫെക്റ്റ് മാർക്കറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് പെടുക. പെർഫെക്റ്റ് മാർക്കറ്റിൽ എല്ലാ ഇൻഫർമേഷനും എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും, കോസ്റ്റുകളൊന്നും ഉണ്ടാവില്ല. ഷെയർ പ്രൈസ് എങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഡയറക്ട്ലി നമുക്ക് പറയാൻ പറ്റും. ബട്ട് ഷെയർ പ്രൈസിന് ഒരുപാട് അബ്നോർമാലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് പെർഫെക്റ്റ് മാർക്കറ്റ് എന്നുള്ളത് പ്രാക്ടിക്കലി അച്ചീവബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഈ മൊമെന്റം ഇഫക്റ്റ് ആണ്. എടാ നേരത്തെ നമ്മള് നോയ്സ് ട്രേഡർ എന്നൊരു വാക്ക് സെർച്ച് ചെയ്തില്ലേ, അതുപോലെ തന്നെ മൊമെന്റം ഇഫക്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. മൊമെന്റം ഇഫക്റ്റ് ഇൻ സ്റ്റോക്ക് ട്രേഡിംഗ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. എടാ ഞാൻ പറഞ്ഞത് ഇത് എക്സ്ട്രാ റീഡിംഗ് കിട്ടുന്ന ആൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് റിസ്ക് ഉള്ളതാണ്, അത് അങ്ങനെ തന്നെ വെക്കുക. മൊമെന്റം ഇഫക്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഒരു മൊമെന്റം ആണ്. ഒരു ഹയർ റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് മൊമെന്റ് എങ്ങനെയാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഇങ്ങനെ സ്റ്റേബിൾ ആയി പോയിക്കൊണ്ടൊരു ഐറ്റം ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് ഒരു മൊമെന്റം ആണ്. ഇത് ഒരു ഇൻക്രീസ് ഉണ്ട്, ഇതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് മറ്റൊരു ഇൻക്രീസ് വരും. ഇനി അതല്ല ഒരു ഡിക്രീസ് ഉണ്ടെങ്കിൽ ഈ മൊമെന്റം ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. എടാ ഈ മൊമെന്റം ഇവിടെ അല്ലേ, ഇത് ഇങ്ങനെ തന്നെ. ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഒരാൾ ഒരു നല്ലൊരു 4 അടിച്ചാൽ എടാ നല്ലൊരു മൊമെന്റം ആണ് ഉള്ളത്, ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയും. സോ ആ ബിലീഫുള്ള ആൾക്കാരാണ് മൊമെന്റം തിയറി അല്ലെങ്കിൽ മൊമെന്റം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഹയർ റിട്ടേണോ അതല്ലെങ്കിൽ ലോവർ റിട്ടേൺ ആണെങ്കിൽ the momentum effect is based on the principle that higher return will be followed by other higher return or lower return will be followed by other lower return എന്ന വിശ്വാസത്തെയാണ് momentum effect എന്ന് പറയുന്നത്. So the momentum effect suggests that investors can buy shares in belief that a recent rise will continue. ഇപ്പോൾ റൈസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മൊമെന്റ് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യും എന്ന ബിലീഫ് കൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് മൊമെന്റം ഇഫക്ട്. സോ ദാറ്റ് ഈസ് റൈറ്റ്. ഇതൊരു എക്സ്ട്രാ റീഡിങ്ങിന് കൊടുക്കുന്ന മാർക്സ് ആണ്. അത് നമ്മൾ റിസ്ക് എടുക്കത്തുള്ളൂ. ആ പറഞ്ഞേ. സാറിന് പറഞ്ഞില്ലേ പ്രൈസ് ഇൻക്രീസ് ആവുന്നു, മറ്റേ അത് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇൻക്രീസ് ആവണം നിർബന്ധമില്ലല്ലോ? നിർബന്ധമില്ല. അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാരെ, എടാ ഓരോരുത്തരുടെ വിശ്വാസം ബിലീഫ് വേറെ ഇല്ലല്ലേ, അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാരെയാണ് മൊമെന്റം ഇഫക്ട് എന്നുള്ളത് പറയുന്നത് കേട്ടോ. സോ വാട്ട്സ് ദ ടൈം? 10 o'clock ആയി. നമുക്ക് ഒരു റിപ്പോർട്ട് കൂടി പെൻഡിങ് ഉണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഷെയർഡ് ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫായിട്ട് ചെയ്യണം. നമ്മുടെ ടൈം ഇവിടെ കഴിയുവാണ്. ഓക്കെ, സെപ്റ്റംബർ ഡിസംബർ 4 എണ്ണാണ് ഏറ്റവും ലേറ്റസ്റ്റ് അടുത്ത. ബാക്കി ഇതിന് പിറകെയും റിപ്പോർട്ടുകളുണ്ട്. ബട്ട് സെപ്റ്റംബർ ഡിസംബർ 2020 പിറകെയുള്ള മാർച്ച് ജൂൺ 2022 വരെയുള്ള റിപ്പോർട്ടുകൾ നിങ്ങളുടെ ഓൾറെഡി എക്സാം കിറ്റിൽ വന്നു കഴിഞ്ഞു. എക്സാം കിറ്റിൽ ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാം കിറ്റിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഈ സെപ്റ്റംബർ ഡിസംബർ 2020 ശേഷമുള്ളതാണ് എക്സാം കിറ്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ട്രൈ ചെയ്യില്ലേ? ഇതിലെ എല്ലാ ക്വസ്റ്റ്യന്റെയും താഴെ എന്ത് കൊടുക്കുന്നുണ്ട്, എല്ലാ എക്സാമ്പിളിന്റെ താഴെ എന്ത് കൊടുക്കുന്നുണ്ട്? ആൻസർ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഏതെങ്കിലും പേപ്പറിലെ എക്സാമിനേഴ്സ് റിപ്പോർട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ മോക്ക് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഫൈനൽ ഡേയ്സ് അല്ലേ ആ സമയത്ത്, ഇതിപ്പോ ഞാൻ FM കാണിച്ചു, ഇതിന് മുമ്പേയുള്ള പേപ്പർ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ദാറ്റ് വാസ് ആക്ച്വലി റോങ് ആണ്. ഇനിയുള്ള പേപ്പേഴ്സിൽ നോട്ട് ഓൺലി ഫോർ F ലെവൽ P ലെവലിലൊക്കെ എക്സാമിനേഴ്സ് റിപ്പോർട്ട് നൽകുന്നുണ്ട്. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? നിങ്ങളുടെ സ്റ്റഡീസിന്റെ ഇടയിൽ യൂസ് ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾ ചെയ്തത് ഏറ്റവും ചാലഞ്ച് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഫുൾ പഠിച്ചതിന് ശേഷം ഫുൾ സിലബസിലെ മിക്സ് ആയിട്ടല്ലേ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഒന്നും ഇത് ചെയ്യരുത്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം റിപ്പോർട്ടുകൾ യൂട്ടിലൈസ് ചെയ്യുക. അത് വളരെ ഒരു ഫ്രീ ടൂൾ ആണ്. നിങ്ങളുടെ ട്യൂട്ടറോട് ചോദിച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ എടുക്കാൻ അറിയുന്നുണ്ടാവും, ട്യൂട്ടറെ ചോദിച്ചാൽ അവർ നിങ്ങൾ എടുത്തു തരും. നിർബന്ധമായിട്ട് ട്യൂട്ടേഴ്സ് ത്രൂ നമ്മുടെ എല്ലാ ട്യൂട്ടേഴ്സിനോട് നമ്മൾ പറഞ്ഞത് ചെയ്യിക്കുന്നുണ്ട്. ബട്ട് നിങ്ങളുടെ ഏത് ട്യൂട്ടേഴ്സ് ചെയ്യിച്ചില്ലെങ്കിൽ അടുത്ത സെഷൻ നിർബന്ധമായിട്ട് എക്സാമിനേഴ്സ് റിപ്പോർട്ടുകൾ കൂടി പ്രാക്ടീസ് ചെയ്യിക്കണം. എന്നാൽ നമ്മൾ ട്യൂട്ടേഴ്സ് എല്ലാം ചെയ്യുന്നതാണ്, നിങ്ങളും അത് ചെയ്തിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ.
സോ ഹാവിംഗ് സെഡ് ദിസ്, എല്ലാവർക്കും നല്ലൊരു എക്സാം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എത്ര വേണമെങ്കിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം. മോർ പ്രാക്ടീസ് മോർ ഗുഡ് ആണ്. ബട്ട് ഓർക്കുക, നോ വൺ ഈസ് പെർഫെക്റ്റ്. അതുകൊണ്ടാണ് എക്സാമിനർ 100-ൽ 100 വേണ്ട, 100-ൽ 50 പഠിച്ചാൽ മതി, 50 പിടിച്ചാൽ മതി എന്ന് പറയുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് വെരി മിനിമം 50 നിങ്ങൾ സ്കോർ ചെയ്യുമെന്ന്. ഓക്കെ, സോ എല്ലാവർക്കും നല്ല പേപ്പർ ആകട്ടെ. എപ്പോഴും ചാലഞ്ച് തന്നെ പ്രതീക്ഷിക്കുക. എക്സാം ചാലഞ്ച് ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുക. പ്ലസ് ടൈം മാനേജ്മെന്റ് ആലോചിക്കുക. അതായത് സെക്ഷൻ എയില് നമുക്ക് 30 മാർക്ക്, 30 മാർക്കിന് എത്രയുടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? 30 മാർക്കിന് എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? സെക്ഷൻ എ 30 × 1.8. സെക്ഷൻ ബി എഗെയിൻ 30 മാർക്ക് 54 മിനിറ്റ്. സെക്ഷൻ സി 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 2, ഓരോന്നിനും 36 മിനിറ്റ് വീതം. 20 × 1.8 36 മിനിറ്റ് ആയിരിക്കും. യെസ്, ഇങ്ങനെയാണ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഈ സമയം നിങ്ങൾ നോട്ട് ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ എക്സാം 10 AM നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ തുടങ്ങുമ്പോൾ എഴുതും 10 AM തൊട്ട് 10:54 വരെ ഞാൻ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യും. സെക്ഷൻ എ തുടങ്ങണോ, ബി തുടങ്ങണോ, സി തുടങ്ങണോ, ഏതും നിങ്ങൾക്ക് തുടങ്ങാം. നിങ്ങൾക്ക് ഏതും തുടങ്ങാം. ഇത് തുടങ്ങണോ അത് തുടങ്ങണോ എന്നുള്ള ഡിസിഷൻ എടുക്കാനുള്ള ടൈം വേസ്റ്റ് അത് വേണ്ട. നമ്മൾ എന്തായാലും എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ എ ആയാലും ബി ആയാലും സി ആയാലും നമ്മൾ എന്തായാലും എഴുതേണ്ട സെക്ഷൻസ് ആണ്. സോ സെക്ഷൻ എ തന്നെ നിങ്ങൾക്ക് വേണം തുടങ്ങാം. നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു, ഈസി ആണെങ്കിൽ അറ്റൻഡ് ചെയ്യുക, ചാലഞ്ച് ആണെങ്കിൽ അതെന്ത് ചെയ്യുക, ഫ്ലാഗ് ചെയ്യുക. സെക്ഷൻ എയില് 1 അറ്റൻഡ് ചെയ്തു, 2 അറ്റൻഡ് ചെയ്തു, 3 ചെയ്തില്ല, ബാക്കി എല്ലാം ചെയ്തു വെച്ചോ. 4 മുതൽ 15 വരെ അറ്റൻഡ് ചെയ്തു. ഈ 4 മുതൽ 15 വരെ അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സെക്ഷൻ എയിൽ ഇനി സമയം ബാക്കി ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, തിരിച്ച് ഫ്ലാഗ് ചെയ്ത് ചെയ്യുക. എന്നിട്ട് സെക്ഷൻ ബിയിൽ വരിക. പിന്നെ അടുത്തത് ക്വസ്റ്റ്യൻ. ഒരിക്കലും ഒരു സെക്ഷന്റെ സമയം അടുത്തതിലോട്ട് പോകരുത്. ടൈം കീപ്പ് ചെയ്യണം. 10:54 കഴിഞ്ഞു. ഇനി ഇവിടെ 10:54 വിട്ടിട്ട് എത്രയെന്നുള്ള എഴുതിയേക്കണം, അടുത്ത 54 മിനിറ്റ്. അതായത് 10:44 അല്ല, ഒരു 50 വരെയൊക്കെ വരും അല്ലെ. 54 6 മിനിറ്റ് ഒഴിവാക്കിയുള്ള ബാക്കി എടുത്താൽ മതി. 10:48 വരെ വരും. 10:48 റൈറ്റ്. സോ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നിട്ട് ടൈം എഴുതി വെക്കുക. 10 അല്ല 11, മൈ മിസ്റ്റേക്ക്, 11:48 വരെ. ആ ടൈം എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത്രയും സമയം മാത്രമേ നിങ്ങൾ എക്സാമിന് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സാർ ടൈം കിട്ടിയില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. എല്ലാവർക്കും ഒരേ സമയമാണ്. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും പക്ക പെർഫെക്റ്റ്ലി അറ്റൻഡ് ചെയ്യണമെന്നില്ല. സമയത്തിന് എല്ലാം അറ്റൻഡ് ചെയ്യണം. അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടാകരുത്. ആൻഡ് സെക്ഷൻ സിയിലോട്ട് വരുമ്പോൾ ന്യൂമറിക്കൽ എല്ലാവരും നല്ല രീതിയിൽ എഴുതുന്നുണ്ട്. ന്യൂമറിക്കലിന് കൂടെ റെക്കമെൻഡേഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലൂടെ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. തിയറി ക്വസ്റ്റ്യന്റെ ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെ സബ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. എക്സ്പ്ലെയിൻ ഇന്നത് ആൻഡ് ഇന്നത് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ 2-3 ഉണ്ടാവും. കോപ്പി പേസ്റ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻ ഹെഡിങ്സ് കൊടുക്കുക, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ റിക്വയർമെന്റ് ഉള്ളത്. ഇതുകൂടി നിങ്ങൾ എക്സാംസിന് പാലിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ സെഷൻസ് അറ്റൻഡ് ചെയ്ത എല്ലാവരും പാസ്സാവും. എല്ലാവരും പാസ്സാവട്ടെ. എക്സാം ചാലഞ്ച് ആയിരിക്കും, അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. എക്സാം ചാലഞ്ച് ആയിരിക്കും. എക്സാം ഈസി ആവട്ടെ എന്ന് പ്രതീക്ഷിച്ച് പോയിട്ട് ചാലഞ്ച് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. എക്സാം ചാലഞ്ച് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് ഈസി വന്നാൽ ദാറ്റ് വിൽ ബി ഗുഡ്. ചാലഞ്ച് ആയിരിക്കും എന്ന പ്രതീക്ഷയിലൂടെ പോയി ചാലഞ്ച് എന്നാൽ നമ്മൾ നേരത്തെ എക്സ്പെക്ടഡ് ആണ്, അത് കുഴപ്പം ഉണ്ടാക്കത്തില്ല. നമുക്ക് ഒരു എഴുതാനുള്ള കോൺഫിഡൻസ് ഉണ്ടാകും. ഓക്കെ, ഹാവിംഗ് സെഡ് ദിസ്, എല്ലാവർക്കും നല്ലൊരു എക്സാം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ.